തകത്തിട്ട് തുന്നിട്ട് തകത്തിട്ട് തുന്ന തകത്തിട്ട് തുന്നിട്ട് തകത്തിട്ട് തുന്ന തകത്തിട്ട് തുന്നിട്ട് തകത്തിട്ട് തുന്ന തിട്ടക്കിട്ട് തിടക്കിട്ട് തുന്ന തകത്തിട്ട് തുന്നിട്ട് തകത്തിട്ട് തുന്ന തകത്തിട്ട് തുന്നിട്ട് തകത്തിട്ട് തുന്ന തകത്തിട്ട് തുന്നിട്ട് തകത്തിട്ട് തുന്ന തിട്ടക്കിട്ട് തിടക്കിട്ട് തുന്ന തകത്തിട്ട് തുന്നിട്ട് തകത്തിട്ട് തുന്ന തകത്തിട്ട് തുന്നിട്ട് തകത്തിട്ട് തുന്ന തകത്തിട്ട് തുന്നിട്ട് തകത്തിട്ട് തുന്ന തിട്ടക്കിട്ട് തിടക്കിട്ട് തുന്ന തിടക്കിട്ട് തുന്ന തിടക്കിട്ട് തുന്ന ആഘോഷങ്ങളെ ഉത്സവലഹരിയിൽ കൊണ്ടാടാറുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കൊച്ചു കേരളം. ഏതൊരു ചെറിയ ആഘോഷമായാലും അതിന് അതിൻ്റെതായ പ്രാധാന്യം കൽപ്പിക്കാറുണ്ട് നമ്മൾ മലയാളികൾ. ചടങ്ങുകൾ ആഘോഷമാകാറുണ്ട്, ആഘോഷങ്ങൾ ചടങ്ങുകളുമാകാറുണ്ട്. ഇതാ ഇവിടെ ഒരു പഞ്ചായത്തിൻ്റെ ആഘോഷം. അത് ചടങ്ങാണോ ആഘോഷമാണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. പ്രിയമുള്ള പട്ടിണിക്കാട് പഞ്ചായത്ത് നിവാസികളെ, കഴിഞ്ഞ 5 വർഷമായി നമ്മൾ പട്ടിണിക്കാട് പഞ്ചായത്ത് കുടിവെള്ളക്ഷാമം അനുഭവിക്കുകയാണ്. ഇവിടെ കുടിക്കാൻ വെള്ളമില്ല, നനയ്ക്കാൻ വെള്ളമില്ല, കുളിക്കാൻ വെള്ളമില്ല. ഇങ്ങനെയുള്ള അവസരത്തിൽ പഞ്ചായത്ത് മെമ്പറായി ഞാൻ എന്താണ് ചെയ്തെന്ന് അറിയാമോ? കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ കുളിച്ചിട്ടുമില്ല, തേച്ചിട്ടുമില്ല, നനച്ചിട്ടുമില്ല. കാര്യങ്ങള് പ്രിയമുള്ളവർ, ഈ അവസരത്തിലാണ് ഇവിടെ ഒരു കിണറ് വേണമെന്ന ആശയം പ്രകടിപ്പിക്കുകയും അതിനുവേണ്ടി ഒരു കിണറുവെട്ട് മത്സരമാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ കിണറുവെട്ട് മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത് എവിടെയാണെന്ന് അറിയണ്ടേ? നമ്മുടെ ചെയർപേഴ്സൺ മൈഥിലി ചേച്ചിയുടെ പറമ്പിലാണ്. വേറെ കാര്യമുണ്ട് കേട്ടോ, അവർക്ക് പ്രത്യേകം നന്ദി പറയണം. ആരും പറമ്പ് വിട്ടു തരാത്ത സമയത്ത് മൈഥിലി ചേച്ചി മാത്രമാണ് പറമ്പ് വിട്ടു തരാനായിട്ട്. പ്രിയമുള്ളവർ, ഈ കിണറുവെട്ട് മത്സരത്തിൽ ആദ്യമായി ഇവിടെ എത്താനുള്ള ആരാണെന്ന് അറിയണ്ടേ? അമേരിക്കയുടെ പ്രശസ്തനായ കിണറുവെട്ടുകാരൻ വിൻസെന്റ് ഡിസൂസ പെരേര. പ്രിയമുള്ളവരെ, ഇനിയിവിടെ കിണറുവെട്ട് മത്സരത്തിൽ എത്തുന്ന ആരാണെന്ന് അറിയണ്ടേ? ചൈനയുടെ പ്രശസ്തനായ കിണറുവെട്ടുകാരൻ, ചൈനയുടെ വൻമതിലിന്റെ വാനം പോലും എടുത്തിരിക്കുന്ന ചിയാങ് ചുങ് ഛാ. ഞാനപ്പെല്ലാം വലിച്ചു പൊട്ടിക്കരുത് കേട്ടോ. പ്രിയമുള്ളവരെ, നമ്മുടെ വിശിഷ്ട 2 പേര് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി ആരാണ് എത്താനുള്ളതെന്ന് അറിയണ്ടേ? നമ്മുടെ പട്ടിണിക്കാട് പഞ്ചായത്തിന്റെ രോമാഞ്ചം, നമ്മുടെ രോമാഞ്ച കച്ചുകമായ കിണറുവെട്ടുകാരൻ കുട്ടൻ പിള്ള ചേട്ടൻ. ആദ്യം കാരണം ആടാതെ ഒരു പ്രത്യേക കാര്യം പറയാണ്ടെങ്കിൽ അങ്ങോട്ട് വാ, വടക്കൊന്നൊരു കാറ്റടിക്കാൻ സാധ്യതയുണ്ട്. അവിടെ കാര്യം പോയിരിക്കുന്നു. പ്രിയമുള്ളവർ, നമ്മുടെ വിശിഷ്ടാതിഥികൾ 3 പേര് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനിയാണ് മത്സരം ആരംഭിക്കുന്നത്. ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് 10 മിനിറ്റാണ് അനുഭവിച്ചിരിക്കുന്നത്. ഈ 10 മിനിറ്റിനുള്ളിൽ ആരാണോ ആദ്യം കിണറുവെട്ടി വെള്ളം വരുത്തുന്നത് അവർക്കായിരിക്കും 1ാം സമ്മാനം. 1, 2, 3. പ്രിയമുള്ളവരെ, ഒരു സന്തോഷ വാർത്ത. അമേരിക്കക്കാരനെ ചൈനക്കാരനെ പിന്തുള്ളിക്കൊണ്ട് നമ്മുടെ കുട്ടൻ പിള്ളച്ചേട്ടൻ ഒറ്റവെട്ടിന് കിണറുവെട്ടി വെള്ളം വരുത്തിയിരിക്കുകയാണ്. കാണവില്ല അടക്കം 2 എണ്ണം. മലയാളിയായിരുന്നു അല്ലേ? നേപ്പാളിയാ. പ്രിയമുള്ളവരെ, ഇനി ഇവിടെ നടക്കാനുള്ളത് ഒറ്റവെട്ടിന് അമേരിക്കക്കാരനെ ചൈനക്കാരനെ പിന്തള്ളി കിണറുവെട്ടി വെള്ളം വരുത്തിയ കുട്ടൻപിള്ളച്ചേട്ടനുള്ള അനുമോദന ചടങ്ങാണ്. അതിനായി ആദ്യമായി വേദിയിലെത്താനുള്ളത് നമ്മുടെ നാടിന് സർവ്വ തല്ലിപ്പൊളിക്കും കാരണമായ മയക്ക് ദീനിയ നോമന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ MLA തഷ്കിരാസൻ അവിടെ ഇരിക്കൂ, പ്ലീസ് അവിടെ ഇരിക്കൂ. പ്രിയമുള്ളവരെ, ഇനി നമ്മളെ അവർ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ എത്താനുള്ളത്. നമ്മുടെ നാടിന്റെ രോമാഞ്ച കഞ്ചുകം, സ്വന്തം പറമ്പ് തന്നെ ഈ കിണറുവെട്ട് മത്സരത്തിന് വിട്ടുതന്ന നമ്മുടെ ചെയർപേഴ്സൺ കുമാരി മൈഥിലി ചേച്ചി.
പൊന്നു മണം ആപ്പാട് 437 അല്ലേ ഉള്ളത്, അത് അടിച്ച് പൊട്ടിക്കാനുള്ള സമയം ഉണ്ടാക്കരുത്. പ്രിയമുള്ളവരെ, ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ഒറ്റപ്പെട്ടിന് കടവിട്ട് വെള്ളം വരുത്തി കുട്ടമ്പിള്ളച്ചേട്ടൻ അനുമോദിക്കുന്നതിന് 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി മൈക്ക് ദീനിയ നോമന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ MLA തസ്കരാശൻ സാറിനെ ക്ഷണിച്ചു കൊള്ളുന്നു. സാറേ, മൈക്ക് ദീനിയാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അദ്ദേഹത്തെ കുറിച്ച് വേണമെങ്കിൽ 2 വാക്ക് പറയാതിരിക്കാൻ നിർഭാഗമില്ല. നിർത്താതെ 3 മണിക്കൂർ സംസാരിച്ച് ജനങ്ങളുടെ ഘോഷങ്ങൾ ഏറ്റുവാങ്ങി. പിന്നെ കൈ കൊണ്ടാണോ, കാല് കൊണ്ടാണോ, മടല് കൊണ്ടാണോ, തൊടല് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, നിരവധി പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയ 2 വാക്ക് മൈക്ക് വിഴുങ്ങരുത്. പ്രിയമുള്ളവരെ, ഞാൻ വളരെ തിരക്കായിരുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഇവിടെ വരണമെന്നും ഇത് വെള്ളം കുഴിച്ചോ കിണർ കുഴിച്ചോ എന്താണ് കിണർ വെട്ടി വെള്ളം വരുത്തുന്നൊരു പരിപാടിയാണ്. അപ്പോൾ സാധാരണ ഇങ്ങനെയുള്ള പരിപാടികൾക്ക് നമ്മൾ വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഈ മണ്ഡലത്തിലെ ജനപ്രതിനിധി എന്ന രീതിയിൽ ഇതുപോലുള്ള നല്ല ചടങ്ങുകളിൽ സാക്ഷിയാകുക, ഭാഗവാക്കുക, വിറ്റ്നസ് ആകുക എന്നൊക്കെ പറയുന്നാൽ വളരെ ജീവിതത്തിൽ വളരെ നല്ല കാര്യമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങൾ വളരെ കഠിനാധ്വാനികളാണെന്നും പരിശ്രമശാലികളാണെന്നും ഇതിൽ തെളിഞ്ഞിരിക്കുകയാണ്. വെറുതെ ഇരിപ്പും വിശ്രമവും ഹോബിയാക്കി മാറ്റിയ പലരും നമ്മുടെ നാട്ടിലുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ കുട്ടമ്പിള്ള കാണിച്ചിരിക്കുന്നത് വലിയൊരു സാഹസ പ്രവർത്തനമാണ്. കുടുംബത്തിന് സ്വന്തം പെറ്റമ്മക്ക് ഉപകരിച്ചില്ലെങ്കിലും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉപകരിച്ചില്ലെങ്കിലും ഈ നാടിനു വേണ്ടിയുള്ള ഒരു സാമൂഹ്യ സേവന പ്രതിബദ്ധതയിൽ ഒരു ഭാഗവാക്കാൻ കുട്ടമ്പിളക്ക് കഴിഞ്ഞു. ഇതുപോലെ ഒരുപാട് നാളുകൾ നമ്മുടെ അമ്മ പ്രസവിച്ച് നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്നു പോണ്ടിരിക്കുന്നുണ്ട്. ഗുജറാത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കഠിനാധ്വാനികളെ ജനങ്ങൾ വെറുതെ ഇരിപ്പും വിശ്രമവും ഒരു ഹോബിയാക്കി മാറ്റിയിട്ട് അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞിടയ്ക്ക് ഞാൻ പത്രത്താളുകളിലൂടെ കണ്ടൊരു കാര്യമാണ്. 61 വയസ്സുകാരൻ കേവലം 5 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ സ്കൂളിൽ ചേർത്തു. ആ സ്കൂളിൽ ചേർക്കാൻ പോയ സമയമുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ എത്രയോ കിണറുകൾ കുടിക്കാമായിരുന്നു. അമേരിക്കയിൽ എന്താണ് സംഭവിച്ചത്? 5 വയസ്സുള്ള ഒരു പിഞ്ചു ശിശു ബാലൻ ആണികൊണ്ട് സെപ്റ്റിക്. അവൻ വിചാരിച്ചിരുന്നെങ്കിൽ അമേരിക്കയിൽ എന്നല്ല ഉഗാണ്ടയിൽ വരെ കിണർ കുഴിക്കാൻ കഴിയുമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കുകയില്ല. അതേപോലെ ഒത്തിരി ആളുകളുണ്ട് മൈതിരിയൊക്കെ വെറുതെ ഇരിക്കുന്ന നേരത്തെ എവിടെയെങ്കിലുമൊക്കെ കുഴിക്കുക. എന്നെ ഒരുപാട് കുഴിച്ചിട്ടുള്ളതാണ്, അത് ഞാൻ ഇവിടെ പറയുന്നില്ല. പക്ഷേ കുട്ടമ്പിളടക്കമുള്ള ഈ പരിശ്രമശാലികളെ കാണുമ്പോൾ ദൈവമേ, ഈ ജീവിതം എനിക്ക് എന്തിനു തന്നു, ഒരുപാട് കിണർ കുഴിക്കേണ്ടവരായിരുന്നു ഞാനെന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ്. ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അത് പിന്നത്തേക്ക് വെക്കുന്നില്ല, ഇപ്പൊ തന്നെ പറഞ്ഞു തീർത്തിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതുപോലുള്ള ആളുകൾ ഇനിയും ഉണ്ടാവട്ടെ. വെറുതെ അവിടെ ഇവിടെ തിരിഞ്ഞു കിടന്ന് പണിക്ക് കിടന്ന് വെറുതെ കാശ് മേടിക്കാതെ കിണർ കുഴിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. 1.5 മണിക്കൂറിനുള്ളിൽ അവസാനിപ്പിക്കണമെന്നാണ്. സമയമില്ലാത്ത സ്ഥിതിക്ക് ഏതായാലും ഇതുപോലുള്ള ആളുകൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, അപസ്മാരം. പ്രിയമുള്ളവരെ, ഇനി 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി കുട്ടമ്പിള്ളച്ചേട്ടൻ അനുമോദിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചെയർപേഴ്സൺ സ്വന്തം പറമ്പ് തന്നെ കറുപെട്ട് മത്സരത്തിന് വിട്ടുതന്ന ചെയർപേഴ്സണെ ക്ഷണിച്ചു കൊള്ളുന്നു. ഏത് വേദി ചെന്നാലും ഞാൻ കുടുംബശ്രീയിൽ പാടിക്കൊണ്ടിരുന്ന ഈശ്വര പ്രാർത്ഥന പാടാതെ തന്നെ വിടാറില്ല. അപ്പൊ തുടങ്ങട്ടെ. അഖിലാണ്ട നുണച്ചികൾ ഒരുമിച്ചു കൂടി അതിലൊരു നുണച്ചീനെ സെക്രട്ടറിമാക്കി. പച്ചാളം ഭാരതി എന്നൊരു ഗുണ്ടീന് ആരോഗ്യമുള്ളൊരു സ്ഥാനവും നൽകി. എനിക്ക് ഇതിനേക്കാൾ ഇഷ്ടപ്പെട്ട മാനം കഴിഞ്ഞ കുടുംബശ്രീക്ക് പാടിയ പാട്ടാ. അയ്യോ, അതൊക്കെ ശ്രദ്ധിക്കാറുണ്ടല്ലോ. അപ്പൊ തുടങ്ങട്ടെ. അയൽക്കൂട്ടം പെണ്ണുങ്ങൾ അടിക്കൂടും നേരത്ത് ചെരവൻ കൊണ്ടോടി വാ ശാന്തേവാ. കാണുന്ന ജാതിക്കെല്ലാം സെറ്റ് സാരി മുണ്ടുമുടുത്ത് വെയിലത്ത് കറങ്ങുവാൻ ശാന്തേവാ. ടിവിയിൽ സീരിയൽ തുടങ്ങുന്ന നേരത്ത് കമ്മറ്റി നിർത്തിക്കോണം ശാന്തേവാ. പിരിച്ചുള്ള കാശെല്ലാം മുക്കിട്ടു കറങ്ങുന്ന ചമണ്ടിയെ കൂട്ടിക്കോണം ശാന്തേവാ. എനിക്ക് ഭയങ്കര നാണോ. എന്തൊരു ചിരിയാ എന്റെ പൊന്നുമാടം. ഈ തിളങ്ങുന്ന പാലിന്റെ രഹസ്യം എന്തെന്നാ? അയ്യോ, അതെന്റെ ഹസ്ബൻഡിനോട് ചോദിക്കണം. പുള്ളിക്കാരനല്ലേ എന്നും തേച്ച് വൃത്തിയാക്കി വെക്കുന്നത്. അപ്പൊ തുടങ്ങട്ടെ. വേദിയിലിരിക്കുന്ന അനാശാസ്യ പ്രവർത്തകര്, ദുരിതാശ്വാസ പ്രവർത്തകര്, മറ്റ് അവശിഷ്ട പ്രതിനിധികളെ, മറ്റ് വിശിഷ്ട അതിഥികളെ, മലയാളത്തിൽ MA ആണ്, എല്ലാരും പറയാറുണ്ട് കേട്ടോ. പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിൽ ജലക്ഷാമം രൂക്ഷമായി എന്നറിഞ്ഞ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ ഈ സമൂഹത്തിലെ പല ഉന്നതമാരുമായി ഞാൻ ബന്ധപ്പെട്ടു. എല്ലാവരും എന്നെ നിഷ്കരണം തഴയുകയാണുണ്ടായത്. അവസാനമാണ് നമ്മുടെ നാടിന്റെ അഭിമാനമായ, നമ്മുടെ നാടിന്റെ കണ്ണിലുണ്ണിയായ, നമ്മുടെ നാടിന്റെ പൊന്നോമനപുത്രനായ ശ്രീ കുട്ടമ്പിള്ളച്ചേട്ടനെ കുറിച്ച് അറിയാൻ സാധിച്ചത്. ഒട്ടും താമസിച്ചില്ല, ഉടൻ തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടു. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്.
ഈ നാട്ടിൽ ഏറ്റവും വലിയ ശുഷ്കാന്തിയുള്ള മനുഷ്യൻ നമ്മുടെ കുട്ടമ്പിള്ള ചേട്ടനാണെന്ന്. പടത്തിന് അദ്ദേഹം ഓടിയെത്തുകയും വളരെ സാഹസികമായി, വളരെ നയനമനോഹരമായി, വളരെ ഭംഗിയായി ഒറ്റവെട്ടിന് തന്നെ കിണർ കുടിച്ച് ഈ നാടിന് ജലം സമ്മാനിച്ച നയനമനോഹരമായ ഒരു കാഴ്ചയാണ് ചെയർപേഴ്സണലിൽ എനിക്ക് കാണാൻ സാധിച്ചത്. അദ്ദേഹത്തിന് എല്ലാവിധ ശവസംസ്കാരങ്ങളും നേരുന്നു, ആദരാഞ്ജലികളും. പറഞ്ഞില്ലോട് അഭിലമ്മയാണെന്ന്. ഇനി ആശംസകൾ അർപ്പിക്കാനുള്ളത് ബഹുമാനപ്പെട്ട LMAക്കാണ്. പറഞ്ഞപ്പോ തിരിച്ചു പോയതാണ്, MLAക്കാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് 100 നാവാണ്. എന്താ അതൊരു ആലങ്കാരികമായി പറഞ്ഞു എന്നേ ഉള്ളൂ. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് 1 നാവാണ്. വളരെ ചെറുപ്രായം മുതൽ അദ്ദേഹത്തെ എനിക്കറിയാം. പ്രിയമുള്ളവര്, സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു കാലഘട്ടം ഞാൻ ഓർത്തുപോവുകയാണ്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കോരിച്ചൊരിയുന്ന മഴയത്ത് പുസ്തകങ്ങളൊക്കെ മാറത്തോടൊടുക്കി പിടിച്ചോണ്ട് റോഡിലൂടെ ഞാൻ നടന്നു പോവുകയായിരുന്നു. ഈ MLA എന്ത് ചെയ്തെന്നറിയുമോ? എൻ്റെ പുറകെ പാത്തും പതുങ്ങിയും വന്നിട്ട് എന്നെ കടന്നു പിടിക്കാൻ ശ്രമിച്ചൊരു പട്ടിയെ കല്ലെറിഞ്ഞോടിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തെ എനിക്ക് മറക്കാൻ പറ്റുമോ? മാഡം എന്താ ഇങ്ങനെ വെറുതെ പറഞ്ഞ് ആശിപ്പിക്കരുത്. എന്താ രോമമൊക്കെ എനിക്ക് മുരിങ്ങക്കോല് പോലെ നിൽക്കുന്നു. അദ്ദേഹത്തിനും എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംസ്കരിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, ചടങ്ങുകൾ അധികം വലിച്ചിട്ടുന്നില്ല. ഇനി 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ഈ നാട്ടിൽ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായ പഞ്ചായത്ത് മെമ്പർ പുഷ്കറിനെ ക്ഷണിച്ചു കൊള്ളുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾ ആരും എന്നെ ക്ഷണിച്ചില്ല, അതുകൊണ്ട് ഞാൻ തന്നെ ക്ഷണിച്ചതാ കേട്ടോ, പേടിക്കണ്ട. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു പോവുകയാണ്. ഇവിടെ അമേരിക്കക്കാരനും ചൈനക്കാരനും കടന്നുപിട്ടിയപ്പോഴും നമ്മുടെ കുട്ടമ്പിള്ളച്ചേട്ടൻ നോക്കി നിന്നില്ല. കുട്ടമ്പിള്ളച്ചേട്ടൻ ചാടി എഴുന്നേറ്റു, വലതുകാൽ വലത്തേക്ക് വെച്ചു, ഇടതുകാൽ ഇടത്തേക്ക് വെച്ചു, സർവ്വദൈവങ്ങളെ മനസ്സിൽ പ്രായിക്കൊണ്ട് നെഞ്ചൊത്തൊരടി. ആവശ്യമില്ലാത്ത നമുക്ക് പോകരുത് പ്രിയമുള്ളവരെ. പിന്നീട് ഒന്നും ആലോചിച്ചില്ല, കുട്ടമ്പിള്ളച്ചേട്ടൻ വീണ്ടും ചാടി എഴുന്നേറ്റു, ആ ഉണ്ടങ്ങോട്ട് വലിച്ചു മടക്കി കുത്തി. അവിടെ നിന്നിരുന്ന സർവ്വ നാട്ടുകാരും കണ്ടു കുട്ടമ്പിള്ളച്ചേട്ടനിലെ ആ പോരാളിയെ. ഞാനൊരു വലിച്ചിരുന്നില്ല. ഇനി ഇവിടെ നടക്കാനുള്ളത് സമ്മാനാന ചടങ്ങാണ്. അതിനുവേണ്ടി ചെയർപേഴ്സണെ MLA ക്ഷണിച്ചു കൊള്ളുന്നു. വരൂ. പ്രിയമുള്ളവരെ, ഇനി വേദിയിൽ നടക്കേണ്ടത് സമ്മാനദാന ചടങ്ങാണ്. അത് ശരിയല്ലേ? അപ്പൊ ശരി, കുട്ടമ്പിള്ള ചേട്ടന് സമ്മാനം കൊടുക്കണല്ലേ? ഇങ്ങോട്ട് അടുത്ത് നിങ്ങോട്ട് നിന്നാട്ടെ. അതിരിക്കട്ടെ, എത്ര വെട്ടിനാണ് കുട്ടമ്പിള്ള ചേട്ടൻ കിണർ കുടിച്ച് വെള്ളം വരുത്തിയത്? എത്ര വെട്ടിന്? ഒറ്റ വെട്ടിനല്ലയോ? എന്തിനാ അടിച്ചെന്നാ? എടാ, 10-25,000 രൂപ മുടക്കി എന്റെ വീട്ടിലേക്ക് പൈപ്പിലേ വലിച്ചതേ നിനക്കൊക്കെ പിക്കാസിന് വെട്ടിപ്പൊട്ടിക്കാനല്ല. മലയാളത്തിൽ ഒട്ടനവധി സിനിമകളുണ്ട്, സിനിമാ പ്രവർത്തകരുണ്ട്, സൂപ്പർ താരങ്ങളുണ്ട്. ഈ സൂപ്പർ താരങ്ങൾ തമ്മിൽ മാനസികമായി എപ്പോഴും നല്ല ഐക്യത്തിലാണ്, സൗഹാർദ്ദത്തിലാണ്. എന്നാൽ ഇവരുടെ ആരാധകർ തമ്മിലോ പലപ്പോഴും മാനസികമായി വൈരാഗ്യങ്ങൾ ഉണ്ടായേക്കാം, മത്സരങ്ങൾ ഉണ്ടായേക്കാം. ഇവിടെ ഇതാ 2 ഫാൻസ് അസോസിയേഷനുകൾ തമ്മിൽ മത്സരിക്കുകയാണ് തങ്ങളുടെ താരങ്ങളിൽ ആരാണ് വലുത് എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടി. ആ ഫാൻസ് അസോസിയേഷനുകളുടെ മത്സരത്തിലേക്ക് നമുക്കൊന്ന് പങ്കുചേരാം. മമ്മൂട്ടി ഫാൻസ് അസോസിയേഷന് എന്റെ വിനീതമായ നമസ്കാരം. മോഹൻലാൽ ഫാൻസ് അസോസിയേഷന് എന്റെ വന്ദനം. വന്ദനം കൊണ്ട് കാര്യമില്ല, നമസ്കാരമാണ് ഏറ്റവും വേണ്ടത്. അതല്ല, വന്ദനത്തിലാണ് മോഹൻലാൽ ഉള്ളത്. അതുകൊണ്ട് കാര്യമില്ലല്ലോ, എവിടെയും മമ്മൂട്ടി നിറഞ്ഞു നിൽക്കുകയല്ലേ. ഉഗ്രമൂർത്തിയാണ് മമ്മൂട്ടി. പ്രിയമുള്ളവരെ, മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ ഒച്ചപ്പാട് ബഹളത്തിനൊന്നും പോകണ്ട. അവരാൾക്കാർ കുറവാണ്, വേണമെങ്കിൽ കുറച്ച് ആൾക്കാർ അപ്പുറത്തേക്ക് കയറിയിരുന്നുള്ളൂ. മോഹൻലാൽ ഫാൻസ് അസോസിയേഷന്റെ പകുതി മെമ്പേഴ്സ് ഒന്നും വന്നിട്ടില്ല. ഏതായാലും പ്രിയമുള്ളവരെ, മലയാള സിനിമയിൽ മാധവനായും മധ്യവയസ്കനായും മദ്യപാനിയായും ഉത്തമ കുടുംബ നായകനായും സുഹൃത്തായും ഒക്കെ മലയാള സിനിമയിൽ വിനിത്തിളങ്ങുന്ന മഹാസാഗരത്തിനുടമയാണ് മമ്മൂട്ടി. മമ്മൂട്ടി അഭിനയിച്ച നിരവധി സിനിമകൾ കണ്ടുകൂട്ടണമെങ്കിൽ ഈ ഒരു ജന്മം പോരാ. അത്രയ്ക്കും സിനിമകളാണ് മഹാനടനായ മമ്മൂട്ടി ചെയ്തു കൂട്ടിയിട്ടുള്ളത്. അങ്ങനെയുള്ള മമ്മൂട്ടി സിനിമാ ഫീൽഡിൽ വന്നിട്ട് ഇന്ന് ഈ 75 വർഷം തികയാണെന്ന് ഉച്ചക്ക് 2:30 വരും. 75 അല്ല 25. അത് മോഹൻലാൽ വന്നിട്ട് 25 ആയുള്ളൂ, മമ്മൂട്ടി വന്നിട്ട് 75 ആയി. 50 ഇവൻ അറിയാതെ പോയി. പ്രിയമുള്ളവരെ, മലയാള സിനിമയിലെ മമ്മൂട്ടി വെറും മമ്മൂട്ടിയല്ല, ഭരത് മമ്മൂട്ടിയാണ്. മോഹൻലാലും വെറും മോഹൻലാൽ അല്ല, ഭാവരാഗ താളസമന്വയമായ ഭരതം എന്ന ചിത്രത്തിലൂടെ ഭരത് അവാർഡ് കരസ്ഥമാക്കിയ ലാലേട്ടൻ വെറും മോഹൻലാൽ അല്ല, ഭരത് മോഹൻലാലാണ്. നിരവധി സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, കോമഡി സിനിമകൾ, ട്രാജഡി സിനിമകൾ. പക്ഷേ ജനങ്ങൾ വിങ്ങിപ്പൊട്ടുന്ന സിനിമകൾ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ളതും നമ്മളെ കരയിപ്പിച്ചിട്ടുള്ളതും മമ്മൂട്ടി എന്ന 3 അക്ഷരമുള്ള മായുള്ള നടനാണ്. ട്രാജഡി സീനിൽ മമ്മൂട്ടിയാണെങ്കിൽ കോമഡി സീനിൽ ഏറ്റവും കൂടുതൽ ചിരിപ്പിക്കുന്നത് ലാലേട്ടനാണ്. മമ്മൂട്ടി ജനിച്ചു വളർന്നത് കൊച്ചിയിലാണെന്ന് നിങ്ങൾ ഓർക്കണം, അത് നിങ്ങൾ മനസ്സിലാക്കണം. ചെമ്പിലാണ് ജനിച്ചു വളർന്നതെങ്കിലും കൊച്ചിയിലാണ് താമസം. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, തിരുവനന്തപുരം ജില്ലയിൽ ജനിച്ചു വളർന്നില്ലെങ്കിലും തിരുവനന്തപുരം ഭാഷ കൈകാര്യം ചെയ്ത് എന്തരടാപ്പി എന്ന് ചോദിച്ചുകൊണ്ട് രാജമാണിക്യം എന്നുള്ള സിനിമ സൂപ്പർ ഹിറ്റ് പദവിയിലേക്ക് ഉയർത്ത ഏക നടനാണ്. ആ ഒരൊറ്റ സിനിമ ഹിറ്റാക്കിയവനാണ് മമ്മൂട്ടി. നമ്മുടെ സ്വന്തം കൊച്ചി കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിൽ ജനിച്ചു വളർന്ന് ഒട്ടനവധി ഹിറ്റുകൾ നമുക്ക് സമ്മാനിച്ച നടനാണ് ശ്രീ മോഹൻലാൽ.
മമ്മൂട്ടി ഗൃഹനാഥനാണ്, കുടുംബനാഥനാണ്. അങ്ങനെയുള്ള മമ്മൂട്ടിക്ക് 2 മക്കളുണ്ട്, ഒരാണും ഒരു പെണ്ണും. മമ്മൂട്ടിക്ക് 2 മക്കളുണ്ടെങ്കിൽ മോഹൻലാൽ അതുപോലെ അല്ലെങ്കിലും 2 മക്കളുണ്ട്, ഒരു പെണ്ണും ഒരാണും. എവിടെ ചെന്നാലും മമ്മൂട്ടിയെ കാണാം. പ്രത്യേകിച്ച് ന്യൂഡൽഹി ചെന്നാലും, ദുബായി ചെന്നാലും, സ്വന്തം വീട്ടിൽ ചെന്നാലും, ലൊക്കേഷനിൽ ചെന്നാലും മമ്മൂട്ടിയെ കാണാം. ഞാൻ പിറന്ന നാട്ടിലും വെള്ളാനകളുടെ നാട്ടിലും ചെന്നാൽ മോഹൻലാലിനെ കാണാം. മലയാള സിനിമയുടെ വല്യേട്ടനാണ് മമ്മൂട്ടി. മലയാള സിനിമയുടെ ബാലേട്ടനാണ് മോഹൻലാൽ. യാത്രയിൽ മമ്മൂട്ടി ഉണ്ട് സുഹൃത്തുക്കളെ. അതിനു മുമ്പ് ഒരു മൊഴിയുണ്ട്, യാത്രാമൊഴി, അതിൽ മോഹൻലാൽ ഉണ്ട്. നിരവധി പക്ഷികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. മമ്മൂട്ടി വെളുത്ത പക്ഷിയാണ്. അങ്ങനെയുള്ള വെളുത്ത പക്ഷി കറുത്ത പക്ഷി എന്ന സിനിമയിലെ നായകനായി അഭിനയിച്ചുകൊണ്ട് ആ സിനിമ സൂപ്പർ ഹിറ്റിലേക്ക് പദവിയിലേക്ക് ഉയർത്തി. കറുത്ത പക്ഷിയും വെളുത്ത പക്ഷിയും അല്ല കാര്യം, നമ്മൾ ഏവരും കണി കണ്ടുകൊണ്ടിരുന്ന ഒരു പക്ഷിയുണ്ട്, കിഴക്കൊണ്ടിരും പക്ഷി, അതിൽ ലാലേട്ടനുണ്ട്. ഇവരെന്താ ഈ പറയുന്നത്? വല്ല വിവരമുണ്ട്? വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്തവനൊക്കെയാണ് ഇതിന്റെ അസോസിയേഷന്റെ സെക്രട്ടറി ആയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നിന്നെ എനിക്ക് വേണം. നിന്നെ ഇനി ഒരു കോടതിക്ക് ഞാൻ വിട്ടുകൊടുത്തില്ല. നിന്നെ കുറിച്ച് ജനങ്ങൾ കഥകളും കവിതകളും രചിച്ചിരിക്കുന്നു. നിന്നെ എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് കുറ്റവാളിയുടെ മുഖത്ത് നോക്കി തോക്ക് ചൂണ്ടിയവനാണ് മമ്മൂട്ടി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിമോഹമാണ് മോനെ ദിനേശ, അതിമോഹം എന്ന് പറഞ്ഞത് മോഹൻലാലാണ്. അതുകൊണ്ട് കാര്യമില്ല. സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം എന്ന് നമ്മൾ പറഞ്ഞു പഠിച്ചിരിക്കുന്നത് മമ്മൂട്ടിയാണ്. ആ പബ്ലിസിറ്റി ഒരു നായകനില്ലെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങളില്ലാതെ എനിക്ക് എന്താ ആഘോഷം എന്ന് പറഞ്ഞതും, ഒരു ശരാശരി മലയാളിയോട് വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിച്ചതും ലാലേട്ടനാണ്. വൈകിട്ട് എന്താ പരിപാടി എന്ന് മാത്രമേ മോഹൻലാൽ ചോദിച്ചിട്ടുള്ളൂ. രാവിലെ പരിപാടികളുണ്ട്, ഉച്ചക്ക് പരിപാടികളുണ്ട്, രാത്രി എന്താ പരിപാടി എന്ന് മമ്മൂട്ടി മാത്രമേ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം സുഹൃത്തുക്കളെ. പക്ഷേ ഇതാരും പുറം ലോകം അറിഞ്ഞിട്ടില്ല. സ്വന്തം ഫോൺ നമ്പർ പോലും ശരാശരി മലയാളികൾക്ക് മുന്നിൽ വെട്ടിത്തുറന്ന് പറഞ്ഞയാളാണ് മോഹൻലാൽ. മൈ ഫോൺ നമ്പർ ഈസ് 2255. എത്രയാണ്? 2255. അങ്ങനെ മോഹൻലാലിന്റെ നമ്പർ കിട്ടിയിരിക്കുകയാണ്. ഇനി എന്ത് വിവരം ഉണ്ടെങ്കിലും വിശേഷം ഉണ്ടെങ്കിലും നമുക്ക് നേരിട്ട് മോഹൻലാൽ വിളിച്ച് സംസാരിക്കാം. ഇതേപോലെ അണ്ടാമണ്ടന്മാരോട് നമുക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല സുഹൃത്തുക്കളെ. ദി കിങ് ആണ് മമ്മൂട്ടി എന്ന് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിൽ കുറ്റബോധം തോന്നുമ്പോൾ ചെയ്യുന്നതെല്ലാം യന്ത്രമായിരിക്കും എന്ന് പറഞ്ഞതും ലാലേട്ടനാണ്. എന്തോന്ന് പറയാൻ കിടക്കണം. എത്ര ഡയലോഗാണ് മമ്മൂട്ടി നമുക്ക് വെച്ചിരിക്കുന്നത്. എത്ര വന്നാലും എനിക്ക് പറക്കാതെ പോയ മകനല്ലേ നീ മടങ്ങിപ്പോ എന്ന് പറഞ്ഞത് മമ്മൂട്ടി മാത്രമാണ് സുഹൃത്തുക്കളെ. ദിനേശ എന്ന് പറഞ്ഞതും മോഹൻലാൽ. സ്നേഹമുള്ള സിംഹമാണ് മമ്മൂട്ടി. സ്നേഹമുള്ള സിംഹമാണെങ്കിൽ നരസിംഹമാണ് മോഹൻലാൽ. മുദ്രകൾ കാട്ടി നമ്മളെ മലയാള സിനിമയുടെ മായാ പ്രപഞ്ചത്തിലേക്ക് നമ്മളെ എത്തിച്ചവനാണ് മമ്മൂട്ടി എന്ന് നമ്മൾ മനസ്സിലാക്കി. വെറും മുദ്രയല്ല, പാദമുദ്ര കാട്ടിയവനാണ് മോഹൻലാൽ. എല്ലാവരുടെയും മാനസത്തിൽ മമ്മൂട്ടി ഉണ്ട്. പ്രത്യേകിച്ച് സൂര്യമാനസത്തിൽ മമ്മൂട്ടി എന്ന നായകൻ, മമ്മൂട്ടി എന്ന അംബേദ്കർ, മമ്മൂട്ടി എന്ന ഹിറ്റ്ലർ നിറഞ്ഞു നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. സൂര്യമാനസത്തിലാണെങ്കിൽ സൂര്യ ഗായത്രിയിൽ മോഹൻലാലാണുള്ളത്. വിഷ്ണുവാണ് മമ്മൂട്ടി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത്തരം ഒരുപാട് വിഷ്ണുമാരെ കൂട്ടിയിണക്കിയ ഒരു ലോകം തീർത്ത് വിഷ്ണു ലോകത്തിൽ മോഹൻലാൽ ഉണ്ട്. വെറും മാണിക്യമല്ല, നീ രാജമാണിക്യമാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചതും ജനങ്ങളെ മനസ്സിലാക്കി തന്നതും മമ്മൂട്ടി മാത്രമാണ് സുഹൃത്തുക്കളെ. രാജമാണിക്യമല്ല, രാജാവിന്റെ മകനാണ് മോഹൻലാൽ. എന്തിനടപ്പ് ഇവന് വല്ല വിവരമുണ്ടോ? രാക്ഷസ രാജാവാടാ മമ്മൂട്ടി. രാവണ പ്രഭുവാടാ മോഹൻലാൽ. കാഴ്ചയിൽ മമ്മൂട്ടി ഉണ്ട്. കാഴ്ചയില്ലാത്തവരുടെ സിനിമയായ ഗുരുവിൽ മമ്മൂട്ടി ഉണ്ടടാ. ഗുരു, എനിക്കിപ്പോ കാണുന്ന ഗുരുവാണ് നിന്നെ. എടാ, ഒരു കാര്യം നീ മനസ്സിലാക്കണം. മലയാള സിനിമയുടെ വിധേയനാണ് മമ്മൂട്ടി. മലയാള സിനിമയുടെ അധിപനാണ് മോഹൻലാൽ. ചരിത്രങ്ങൾ എക്കാലവും നമ്മൾ മനസ്സിൽ സൂക്ഷിക്കാറുണ്ട് തങ്കലിപികളാൽ എഴുതിയിട്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മലയാള സിനിമയുടെ ചരിത്രത്തിലും മലയാള സിനിമ എന്ന ചരിത്രം എന്ന പേരുള്ള സിനിമയിലും മമ്മൂട്ടി എന്ന നായകൻ നിറഞ്ഞു നിൽക്കുകയാണ് സുഹൃത്ത്. മലയാള സിനിമയുടെ ചിത്രം എടുത്തു നോക്കിയാൽ അതിൽ മോഹൻലാൽ ഉണ്ട്. മലയാള സിനിമയായ ചിത്രത്തിൽ മോഹൻലാൽ ഉണ്ട്. ഇവൻ എന്നെ കൊണ്ടേ പോവുള്ളൂ. ഹരികൃഷ്ണൻ, ഒരു കാര്യം ചെയ്യാം, നമ്മ ഇവിടെ കിടന്ന് വായിട്ടലച്ച് തർക്കിച്ചിട്ട് ഒരു കാര്യമില്ല. മമ്മൂട്ടി തന്നെയാണ് സൂപ്പർ നടൻ, നമുക്കാണ് സമ്മതിച്ചു കൊടുക്കാം. ഞങ്ങളും സമ്മതിച്ചു. മമ്മൂട്ടിയല്ല ലാലേട്ടനാണ് സൂപ്പർ എന്ന് ഞങ്ങൾ സമ്മതിച്ചിരിക്കുക. അത് വേണ്ട, മമ്മൂട്ടി ഫാൻസ് അസോസിയേഷന്റെ പിള്ളേര് ലോറിക്ക് ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഞങ്ങൾ ലോറിക്കല്ല, കണ്ടെയ്നറിനാണ് വന്നിറങ്ങിയിരിക്കുന്നത് മോഹൻലാൽ ഫാൻസ് അസോസിയേഷന്റെ പിള്ളേര്. അവരുടെ പ്രകടനം കാണുമ്പോൾ ഉള്ളാവുന്നത് കൊടുത്തു വിട്ട് അവർ പറഞ്ഞു വിട്ടേക്ക്. ഓക്കെ, അപ്പൊ അങ്കത്തട്ടി കാണാം. അങ്കത്തട്ടിലല്ല, ഇവിടെ വെച്ച് കാണാം. ആരാണ് താരമെന്ന്? ഇതാ ഞങ്ങളുടെ മമ്മൂട്ടി ഫാൻസ് അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി, കൺവീനർ, ട്രഷറർ, ഗജാൻജി, വൈസ് പ്രസിഡന്റ് ഒന്നും ഇവനല്ല, എല്ലാം ഞാൻ തന്നെയാണ്. മമ്മൂട്ടി അഭിനയിച്ച സിനിമകൾ ഏതാണെന്ന് വ്യക്തമാക്കി ഇവൻ യോദ്ധ എന്ന പടത്തിലെ പാട്ടിന്റെ ഈണത്തിൽ പാടി കേൾപ്പിക്കും. അത് കണ്ടിട്ട് ചങ്ക് തകരരുത്. ഓഹോ, ഈ നിൽക്കുന്നത് ആരാണെന്ന് മനസ്സിലായ? ഇല്ല, ഞങ്ങൾ മോഹൻലാൽ ഫാൻസ് അസോസിയേഷന്റെ നെടുന്തൂണാണ് ഈ നിൽക്കുന്നത്. അയ്യോ, ഇവനെയൊക്കെ ഏതെങ്കിലും കെട്ടിടത്തിന് കൊണ്ടുപോയിട്ട് കൂടെടാ. അപ്പൊ ഏതായാലും ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം മോനെ, എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ബസ് സ്റ്റാൻഡിൽ കാണും, നമ്മുടെ വണ്ടി അവിടെയാണ് കിടക്കുന്നത്. അപ്പൊ പാടി അങ്ങോട്ട് തകർത്തിട്ട് അങ്ങോട്ട് പോരും. പേടിക്കേണ്ടത്, മമ്മൂട്ടിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചിത്രത്തിൽ അഭിനയിച്ചത്. നമുക്ക് തെളിയിച്ചു കൊടുക്കാന്നേ. അവനങ്ങനെ തെളിയിച്ചു കൊടുക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മോഹൻലാലാണ് ഏറ്റവും കൂടുതൽ പടത്തിൽ അഭിനയിച്ചേക്കണതെന്നും ഏറ്റവും നന്നായി അഭിനയിച്ചേക്കണത് ഈ പാട്ടോട് തെളിയിച്ചു കൊടുത്തേക്കണം. ഏത് പാട്ടാണ് അവൻ പിടിക്കണത്? യോധ തന്നെ നമ്മൾ പിടിച്ചാൽ മതി. എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയ, സ്പോട്ട് തെറ്റിയ എന്നെ നോക്കണ്ട, ഞാൻ വീട്ടിൽ കാണും, അല്ലെങ്കിൽ ഊട്ടി. പടയോട്ടം പടങ്ങിൽ വിരംഭരപാധേയം പുലി വരുന്നേ പുലി പ്രത്യേകം ശ്രദ്ധിക്കുക. പഞ്ചാഗ്നിപാദമുദ്ര പത്താമുദയം പവിത്രം പക്ഷേ പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ. കളിക്കളം കൽക്കത്ത് കാർണിവൽ ഹോയ് കുട്ടേട്ടൻ ഹോയ്. കളിപ്പാട്ടം കമലേളം കിലുക്കൻ കത്തണം പടിക്കട്ട് കുടരും പക്ഷി ഭൂകൃതം സാമ്രാജ്യം സിദ്ധാർത്ഥ സ്ഫോടനം സംഘം സന്ദർഭം സാഗരം സാക്ഷി. സ്ഫടികം സിസന്റെ സദയം സഞ്ചാരി യോധ സുഗമോദേവി സർവകലാശാല.
കൗരവർ കുട്ടേട്ടൻ കളി ഊഞ്ഞാലേ കാതൊടുകാതരും തച്ചിയിലെടുത്തു ചുണ്ടൻ കന്മദം കിരീടം കരിയില കറ്റുപോലെ കാലപ്പനി കുഞ്ഞറ്റ കിളികൾ അതിനത്രം മത്സരം അക്കാരി ഹൊയ് ആരാത്രി ഹൊയ് അനുബന്ധം അന്താക്കി അഗ്മനു അക്കരെ 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 ആരിൻ മലരും കിളിയും മനുവെങ്കിൽ മതിലുകൾ മുദ്ര 3 മാസങ്ങൾക്ക് മുൻപ് മാന്ത്രികം 3-ാം പുറം മിഥുനം മിന്നാര മുഖം മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു അങ്ങാടിക്കപ്പുറത്ത് അഴകിയ രാവണൻ ആ നേരം അല്പദൂരം ആവനാഴി 6-ാം തമ്പുരാൻ അത്യുഗമതിപ്പൻ അട്ടക്കലാശം അഗ്നിദേവൻ കാണാമറയത്ത് കിഴക്കൻ പത്രോസ് കളിയൂഞ്ഞാല് കാർണിവൽ നോക്കത്ത് ദൂരത്ത് കണ്ണുന്നിട്ട് ഹിസ് ഹൈനസ് അബ്ദുള്ള പഠിച്ചിട്ട് വരെ ഉപകാരങ്ങൾ കൂട്ട് അടിമകളുടെ മകളർക്കത്ത് അങ്കിൾ ബൻ സായം സന്ധ്യ ബട്ടർഫ്ലൈസ് തമ്മിൽ തമ്മിൽ പോയും പോയും അമരം അക്കരെ അംബേദ്കർ അർത്ഥം പടയോട്ടം പടകിടി പരമ്പരപാധേയം പുലി വരുന്ന പുലി പ്രത്യേകം ശ്രദ്ധിക്കുക പഞ്ചാഗ്നി പാദമുദ്ര 10-ാം പുതിയം പത്രം പക്ഷേ പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ കളിക്കേളം കൽക്കാറ്റ് കാർണിവൽ ഹൊയ് കുട്ടേട്ടൻ ഹൊയ് കളിപ്പട്ടൻ കമലം കിളിക്കൻ കടത്തണം പഴക്കട്ട് കുടരും പക്ഷി സുഹൃത്തം സാമ്രാജ്യം സിദ്ധാർത്ഥ സ്ഫോടനം സംഘം സന്ദർഭം സാഗരം സാക്ഷി പഠിക്കാം സിൽസണ്ണും സദയം സഞ്ചാരി യോധ സുഗമോദേവി സർവകലാശാല ഒരു വടക്കൻ വീരഗാഥ ഒരു സിബിഐ കുറിപ്പ് ഇൻസ്പെക്ടർ ബൽറാം ഇന്ദ്രപ്രസ്ഥം തെന്മാവിൻ കൊമ്പത്ത് മഞ്ഞിൽ വീരിഞ്ഞ പൂക്കൾ രാജാവിന്റെ മകൻ ഇന്ദ്രജാലം വില്ലർ വാർത്ത ജാഗ്രത വിഷ്ണു മഴകത്ത് മുൻപേ നീലഗിരി എഴുപത് തരകൻ നായർ സാബു പമ്പയുടെ സ്വന്തം മപ്പൂസ് ആയാൽ കഥകളുടെ ആണിച്ചപ്പ് ചെങ്കോൽ താളവട്ടം ഉസ്താദ് എയോട്ടോ ബോൺമാൻ ജോണി വാക്കർ അപ്പുണി ചക്കരയാക്കം വിഷ്ണു ലോകം നാക്കവല ജാക്കോട്ട് പൂവിന് പുതിയ പൂന്തന്നൽ ഗാന്ധർവം നിർണയം ഉണ്ണികളെ ഒരു കഥ പറയാം ന്യൂഡൽഹി പിൻഗാമി ന്യായവിധി താഴ്വാരം ഭരതം യാത്ര ചിത്രം അഹിംസ അധർവം അപ്പു പൂമുഖപ്പടി നിന്നെങ്കത്തി നമ്പർ 20 മദ്രാസ് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് അരികിസ്റ്റൻസ് ഒന്നാണ് നമ്മൾ പടയോട്ടം പടകിൽ പരമ്പരപാധേയം പുലി വരുന്നേ പുലി പ്രത്യേകം ശ്രദ്ധിക്കുക പഞ്ചാഗ്നി പാദമുദ്ര 10-ാം ഉദയം പുത്രം പക്ഷേ പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ All students stand up on left hand, right hand, about hand, sit down and go down. എടാ ഉറങ്ങുമ്പോഴെങ്കിലും ബാ കൂട്ടി പിടിച്ച് കിടന്ന് ഉറങ്ങടാ. ഈച്ചകൾ പാറിപ്പറന്ന് നടക്കണേ, അണ്ണാക്ക് കൂട് കൂട്ടുമല്ല. ഇത് നിന്റെ വീടല്ല, ക്ലാസ് റൂമാണ്. അധ്യാപകൻ വരുമ്പോൾ അവിടെ ശ്രദ്ധിച്ചിരിക്കണം. വരുമ്പോൾ ഒരു ബഹുമാനമായിട്ടെങ്കിലും നിനക്കൊന്ന് എഴുന്നേറ്റുകൂടെടാ. മതി മതി മതി, നീ എഴുന്നേറ്റ് വരുമ്പോൾ 4 മണിക്കുള്ള ബെല്ല് മുഴങ്ങും. നീ അവിടെ എവിടെയെങ്കിലും കിടക്ക്. 10-40 പേരുണ്ടായിരുന്ന ക്ലാസ് റൂമാണ്. പൂവിന്റെ ഇല കൊഴിയണ പോലെയാണ് ഓരോരുത്തർ കൊഴിഞ്ഞു പോണത്. ദേവന് ഒരു സാധനം ചന്തയിടെന്ന് പറഞ്ഞ് കയറണേ. ഞാനെന്ന് പറഞ്ഞൊരു അധ്യാപകൻ ഇവിടെ നിപ്പുണ്ട്. ഒന്നെങ്കിൽ എന്നോട് ചോദിക്കുക, മാഷ് ഞാൻ അകത്തേക്ക് വരട്ടെ അല്ലെങ്കിൽ അകത്തേക്ക് കേറിക്കോട്ടെ എന്ന് ചോദിക്കാം. ഇനി എന്ത് കയറാനാണ്? മാക്സിമം കേറിയല്ലേ ഇരിക്കണത്. എവിടെയായിരുന്നു? ഞാൻ ഇന്നലെ ലീവായിരുന്നു. എടാ വെറുതെ വീടാ, അപ്പുറത്തും അധ്യാപകരൊക്കെ ഉള്ളതാണ്. ലീവായാലും ബീലായാലും സംഗതി ഞാൻ വന്നില്ല എന്ന് മാത്രം നീ മനസ്സിലാക്കിയാൽ മതി. മതി മതി, ചൂട് കൂടുതൽ ആറ്റണ്ട. എനിക്ക് ചൂട് എടുക്കുന്നുണ്ട്. പുതിയതാണെന്ന് അറിയിക്കാനായിരിക്കും. കൂടുതൽ തിരുമരുത്, കുറച്ച് നാളിട്ടുണ്ട് നടക്ക്. അപ്പൊ ആൾക്കാർ തിരുമിക്കോളും എടുത്ത്. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നീ ഇങ്ങോട്ട് നോക്കിയിരിക്കാതെ ഇങ്ങോട്ട് നോക്കിയിരിക്ക്. അപ്പൊ നമുക്ക് ഫസ്റ്റ് പഠിക്കേണ്ടത് ഇംഗ്ലീഷാണ്. എടാ തൂങ്ങാതടാ, ഇതിലും ഭേദം നീ ഒരു മുഴം കയറ് മേടിച്ചിട്ട് പോയി തൂങ്ങടാ. പിന്നെ കൊല്ലണേന് തുല്യമല്ലേടാ ഇത്. എന്തുവാടാ ഇത്? നിന്നെയൊക്കെ പഠിപ്പിച്ച് പുച്ഛോ എന്റെ മുഖത്ത് നോക്കി? എന്തുവാടാ കിളിക്കണത്? ശ്രദ്ധിച്ചിരിക്കടാ. ആദ്യം വരുമ്പോ നമ്മൾ പഠിക്കേണ്ടത്, ഒരു അധ്യാപകൻ ക്ലാസ്സിൽ വരുമ്പോ കുട്ടികൾ എന്ത് പറയണം? എന്ത് പറയണം? ഗുഡ് നൈറ്റ്. അടിയന്തരം ഞാൻ ഫസ്റ്റ് പറയേണ്ടത് ഒരാളെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, എടാ ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ്. ഇതെന്താ ഗുഡ് നൈറ്റ് പറയണത്? സാറ് ക്ലാസ്സിലേക്ക് വന്നാൽ ഞങ്ങൾ ഉറങ്ങും, സാറ് ഉറങ്ങും. പിന്നെ ഗുഡ് നൈറ്റ് അല്ലാതെ എന്നാ പറയാനാ? അത് നമ്മൾ നിന്റെ ഉറക്കം കണ്ടാണ് ഞാനും ഉറങ്ങാൻ പഠിച്ചത്. വീട്ടിൽ സ്വസ്ഥത ഇല്ലടേ, ഇവിടെ കിടന്നല്ലേ ഉറങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഗുഡ് മോർണിംഗ് അല്ല, ഗുഡ് മോർണിംഗ് വേണം പറയാൻ. ഗുഡ് നൈറ്റ് പറയേണ്ടത് എപ്പോഴാണ്? കൊതുക് വരുമ്പോൾ. മനസ്സിലാണ്ട? പിന്നെ ഉറങ്ങുമ്പോഴും.
അപ്പൊ നമുക്ക് ആദ്യം പഠിക്കാൻ പോകുന്നത് ചേട്ടാ ഇവിടെ ശ്രദ്ധിക്കടാ, ഇങ്ങോട്ട് നോക്കാതെ ഇങ്ങോട്ട് ശ്രദ്ധിക്കടാ, അതിനെയൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, തിരി എള്ളെങ്കിൽ എന്തുവാ. അപ്പൊ നമുക്ക് കാര്യങ്ങളിലേക്ക് പാഠത്തിലേക്ക് കിടക്കാം. നമുക്ക് അല്ല ഈ പാടമൊക്കെ നകത്തീര സാറേ. ആ പാഠം അല്ലടാ, പാഠഭാഗത്തേക്ക് കിടക്കാമോ? നമുക്ക് വിത്ത് വെച്ച് തുടങ്ങാം. വിത്ത് എവിടെയാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്? സുനിൽ വിത്ത് ഷീല, ഷാരി വിത്ത് മധു എന്ന് പറഞ്ഞതുപോലെ വിത്ത് വെച്ച് ഉപയോഗിക്കാവുന്ന ഒരു വാചകം പറയൂ. നിന്നെ കുട്ടി 3 എണ്ണം ഉണ്ട്. ഇൻസ്പെക്ഷൻ വരാണ്ട ദിവസമാണെന്ന് കേൾക്കുന്നുണ്ടല്ലോ. അദ്ദേഹം ഇവിടെ വരുമ്പോൾ ക്ലാസ് റൂം ക്ലീൻ ആയിരിക്കണം, വൃത്തിയായിരിക്കണം. കൂടുതൽ എന്നെ പഠിപ്പിക്കുകയും ചെയ്യരുത്. ഇനി അക്ഷരത്തെറ്റ് പഠിപ്പിക്കാനാണ് ഞാൻ എന്നുള്ളൊരു മാഷ് ഇവിടെ ഉള്ളത്. എന്നെ മാഷാക്കരുത്. ഓക്കെ? തൂങ്ങാതെടാ. ഇവിടെ ഒന്നുമില്ലല്ലേ, ഈ മുഖത്തേക്ക് നോക്കിയിരിക്കടാ, ഉറക്കം വരുവാടാ. അപ്പൊ ശ്രദ്ധിക്ക. ഫസ്റ്റ് തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. തെറ്റില്ലെങ്കിൽ നീ തിരുത്തണ്ട, വെറുതെ ഒന്ന് അടങ്ങിയൊന്നെങ്കിൽ ഇരുന്ന് വന്നാ മതി. നീ കൂടുതൽ സംസാരിക്കണ്ട, നിന്നെ ഞാൻ പഠിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. നീ എന്നെ പഠിപ്പിക്കണ്ട. നിന്റെ അച്ഛനും ഞാനും കൂടി ഒരുമിച്ച് പഠിച്ചാണ്, മനസ്സിലായ? പെരക്ക് തീ പിടിച്ചപ്പോ ഫയർഫോഴ്സിന് മിസ് കോൾ അടിച്ചവനല്ലേടാ നിന്റെ തന്ത. അവനാണ് എന്നെ വന്ന് ഭരിക്കാൻ നടക്കുന്നത്. കൊല്ലി ഞാൻ. പൂജപ്പുരയും കണ്ണൂർ എനിക്ക് സ്വന്തം വീട് പോലെയാണ് കേട്ടാ. തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. സെയിംപിച്ച് കളിക്കാതെടാ, അതിനൊക്കെ സമയമുണ്ട്. ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, അവിടെ കളിച്ചാൽ പോരെ. തൊട്ട് കളിക്കാതെ അകന്നിരിക്കടാ. എന്തോ അവൻ അകന്നിരുന്നിട്ട് ഇത് അങ്ങോട്ട് ചെല്ലണേണ് കാലത്തിന്റെ പോക്ക്. ഞാൻ മണ്ടനാണ് അല്ലെങ്കിൽ ഞാൻ കഴുതയാണ്, തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. വാചകത്തിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. ഞാൻ കഴുതയാണ്, ചെറിയൊരു തെറ്റില്ലടാ. ഞാൻ മരക്കഴുതയാണ് എന്നാക്കിക്കൂടെ? ഇങ്ങനെയാണ് ബുദ്ധിയൊക്കെ പഠിക്കണത്. ശ്രദ്ധിച്ചിരുന്നു വേണം പറയാൻ. ഓണമാണ് വരാൻ പോണത്. ഓണത്തെ കുറിച്ച് ഒരു 3 വാചകം പറഞ്ഞേ. ഇതിൽ അവസാനം പറഞ്ഞതാണ് നീ ഇപ്പൊ ചെയ്യേണ്ടത്. എന്റെ കൺമുന്നിൽ നിന്ന് പൊക്കോണം. ഞാൻ നിന്നോട് വൃക്കട പടം വരക്കാൻ പറഞ്ഞിട്ട് നീ വരച്ച? നിന്റെ ഇക്കാടെ പടം വരക്കാനല്ല പറഞ്ഞത്, വൃക്കട പടം വരക്കാനാണ്. ഡേയ്, ഒരു അരമണിക്കൂറെങ്കിലും ഉറങ്ങാതെ നിൽക്കടേ. ഇത് എന്തോന്നാ രാത്രി പണി നിനക്ക്? ഇപ്പോഴേ ഉറക്കം തോന്നിക്കഴിഞ്ഞാൽ വലുതാകുമ്പോൾ നീ എന്തോ ചെയ്യും? ഇവിടെ ശ്രദ്ധിക്കടാ. അത് അവിടെ കിടന്ന് ഉറങ്ങുമ്പോൾ നീ അങ്ങോട്ട് നോക്കണ്ട, നീ ഇങ്ങോട്ട് നോക്കിയേച്ചാൽ മതി. നമുക്ക് കണക്ക് പഠിക്കാം. ഇന്ന് കണക്ക് അധ്യാപകൻ ലീവാ. അതുകൊണ്ട് നമുക്ക് കണക്കാണ് ജീവിതത്തിൽ ഏറ്റവും വേണ്ടത്. നോ ഹാൻഡ് ആൻഡ് അരിത്തമെറ്റിക് എന്ന് കേട്ടിട്ടില്ലേ? എന്റെ ക്ലാസ് ഒരു കണക്കാണെങ്കിൽ കണക്ക് അവിടെ ഇരിക്കട്ടെ. ജീവിതത്തിൽ കണക്കാണ് ഏറ്റവും വലുത്. എന്റെ കണക്കൂട്ടലുകളൊക്കെ കറക്റ്റാ. നീ എന്നെ കണക്ക് പഠിപ്പിക്കണ്ട. ഇന്ന് ആര് പറഞ്ഞു? അല്ല സാർ ഇന്നലെ സ്കൂളിന്റെ ഇടപെടി വെച്ച് ശോശാമ്മ ടീച്ചറിനോട് പറഞ്ഞ ഞാൻ കേട്ടല്ലേ സാറിന് കണക്കൂട്ടലൊക്കെ തെറ്റിയൊന്നും. അത് പിന്നെ ശോശാമ്മനോട് പറഞ്ഞൊരു കണക്കിന്റെ ഡിസ്കഷൻ നടത്തിയതാണ്. അല്ല ഞാൻ ചോദിക്കട്ടെ, ചുറ്റുപാട് നോക്കിയിട്ടാണ് ഞാൻ ശോശാമ്മനെയും കൊണ്ട് ഇടവഴിയിലേക്ക് പോയത്. അവിടെ ഇരുന്ന് ഞാൻ പറഞ്ഞ കാര്യം നീ എവിടെ വിളിച്ചിരുന്ന് കേട്ടടാ? ഈ സീക്രട്ട് ആയത് നീ ഒരിക്കലും ലീക്ക് ഔട്ട് ആക്കരുത്. ശോശാമ്മക്കും എനിക്ക് നാണക്കേടാ. എന്തുവാടാ ഇത്? എന്താ പറഞ്ഞത്? അല്ല സാർ എന്റെ അച്ഛൻ്റെ കൂടെ ജോലി ചെയ്തിരുന്നത്. ഓ, അങ്ങനെ ഒരു കഷ്ടകാലം എനിക്ക് ഉണ്ടായിരുന്നു. അല്ല സാറിന് എന്താ അവിടെ നിന്ന് പിരിച്ചുവിട്ടത്? ഒന്നും പറയണ്ടടാ. ഇതുപോലുള്ള സംശയങ്ങൾ ക്ലിയറൻസ് ചെയ്യലാണ് എന്റെ പരിപാടി. അതായത് 24 hours ഡ്യൂട്ടി ആണല്ലോ. ഡ്യൂട്ടി എന്നാണ് നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചേക്കടെങ്കിൽ പോലും ഇത് കഷ്ടപ്പാടും ദാരിദ്ര്യവും കൊണ്ട് നമ്മൾ അല്പനേരം ഒന്നും ഉറങ്ങിപ്പോയി. എന്തായിരുന്നു സാറിന്റെ ജോലി? സൂപ്പർ ഫാസ്റ്റിലെ ഡ്രൈവർ ആയിരുന്നു. 10 സെക്കൻഡ് ഉറങ്ങിപ്പോയി. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. അപ്പൊ ഇത്ര നേരം നമ്മൾ പഠിപ്പിക്കലും പഠിക്കലുമായിരുന്നു. ഇനി നമുക്ക് റിലാക്സിന് വേണ്ടി കുറച്ചു നേരം കളിക്കാം. പിയൂൺ വരുന്നുണ്ട്. എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട്. ഈ വരുന്ന 26, 27 സ്കൂളിന് അവധിയാണ്. അടിപൊളി. എല്ലാവർക്കും സന്തോഷമായല്ല? എനിക്ക് സന്തോഷമായി. കാര്യം സെക്കൻഡ് വൈഫിന്റെ വീട്ടിൽ പോയിട്ട് 9 മാസമായി. 25-ാം തീയതി വെളുപ്പിന് പോയിട്ട് 27-ാം തീയതി രാത്രി തിരിച്ചു വരാം. അതൊക്കെ ചോദിക്കട്ടെ, 26, 27 അവധി എന്താണ്? ഓ, അന്ന് ശനി ഞായറുവാ. അന്ന് ശനി ഞായറും മനുഷ്യൻ ഒരുവിധം കൈയടി വേണ്ട, കൂടുതൽ പ്രോത്സാഹിപ്പിക്കണ്ട. കേൾക്കണ്ട? ജീവിതത്തിൽ നിനക്ക് ആരാകാനാണ് ആഗ്രഹം? നീ ഒന്നും ആകാൻ പോണില്ല. ജീവിതത്തിൽ നിനക്ക് ആരാകാനാണ് ആഗ്രഹം? പൈലറ്റാ? അച്ഛൻ പൈലറ്റാണോ? അല്ല, അച്ഛന്റെ ആഗ്രഹിതായിരുന്നു. പൈലറ്റ് അല്ല, നീ ഈ പോക്ക് പോയ വയലറ്റ് ആവും കേട്ടാ. നീ ചിരിക്കണ്ട. നമുക്ക് സയൻസിലേക്ക് കിടക്കാം. മാലാഖമാരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ട് മാത്രമല്ല, കണ്ടിട്ടുണ്ട്. മാലാഖയെ? സ്വർഗത്തിലുള്ള മാലാഖയെ നീ കണ്ടിട്ടുണ്ടെന്നാ? എന്റെ മുമ്പിൽ ഇരുന്ന് കള്ളം പറഞ്ഞ ചവിട്ടി ഞാൻ കീറിഞ്ഞ. അല്ലെന്നേ, എന്റെ വീട്ടിലെ വേലക്കാരോട് എന്നും രാത്രി എന്റെ അച്ഛൻ പറയാറുണ്ടല്ല, നീ ഒരു മാലാഖയാണെന്ന്. നിന്റെ വീട് മറ്റാ കുളത്തിന്റെ അവിടെ തിരിയുമ്പോ? കുളത്തിന്റെ അവിടെ തിരിയുമ്പോ അടുത്തേക്ക് പോകുമ്പോ അവിടുത്തെ ആ നൈറ്റ് ഇട്ട് നിൽക്കുന്നത് വേലക്കാരിയാ? എവിടെയുള്ളത്? അത് എവിടെയുള്ളതെന്ന് എനിക്കൊന്നും അറിഞ്ഞൂടാ. ആണല്ലേ? മാലാഖ അല്ലേ? നമ്പർ ഉണ്ടോ വീട്ടിൽ? ഫോൺ നമ്പർ ഉണ്ടോ?
അങ്ങനെയല്ല പഠിക്കേണ്ടത്. 5, 6, 7, 4, 3 എന്നല്ല എണ്ണേണ്ടത്. 1 by 1 ആയിട്ട് എണ്ണണം. 1, 2, 3, 4, 5, 6, 7, 8 അങ്ങനെ കോടി. പിന്നെ എനിക്ക് പരീക്ഷയ്ക്ക് കിട്ടിയ മാർക്കൊക്കെ പറഞ്ഞതാ. ഇവൻ എണ്ണാത്തതിന്റെ ബാക്കിയാണ് നിനക്ക്. ഇവൻ 2 കഴിഞ്ഞ് 4 പറഞ്ഞത്, 3 നിനക്ക് കിട്ടിയിട്ടുണ്ട്. നീ ചിരിക്കൊന്നും വേണ്ട, കേൾക്കണ്ട. വാക്യത്തിൽ പ്രയോഗിക്കാം. എന്തെല്ലാമാണ് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരുന്നത്. നിങ്ങൾ ഭാഗ്യവാന്മാരാടാ. അറിവിന്റെ നിറകുടമായ ഒരു മാഷിനെ തന്നെ നിങ്ങൾക്ക് കിട്ടിയില്ലേ. നിർഭാഗ്യവാന്മാരാ ഞങ്ങള്. ശ്രദ്ധിക്കടാ, ഇങ്ങോട്ട് ശ്രദ്ധിക്കടാ. വെറുതെ അല്ല നീ ഈ ക്ലാസ്സിൽ തന്നെ ഇരിക്കാൻ തുടങ്ങിയത് 3 കൊല്ലമായി. നിന്നെ പഠിപ്പിച്ച് എനിക്ക് ഫീലിങ്സ് ആയി ഓൾറെഡി. ചിരിക്കല്ലേടാ, പൂർവികന്മാരെ ഓർമ്മ വരണേ. നീ മിണ്ടാതിരി. അപ്പൊ നമുക്ക് കാര്യത്തിൽ ചിരിക്കാതെടാ, കളിക്കാതെടാ. നമ്മൾ നീ കള്ളിയം കാട്ടി ചിച്ചിയ വാക്യത്തിൽ പ്രയോഗിക്കാൻ പോണേണ്. ഞാൻ വാക്യത്തിൽ പ്രയോഗിക്കണേന് പറയും, ഞാൻ വാക്യത്തെടുത്ത് പ്രയോഗിക്കും. ഞാൻ കുഞ്ഞുങ്ങളെ കൊന്നാലൊന്നും വലിയ ശിക്ഷ കിട്ടാൻ പോണില്ല. അപ്പൊ വാക്യത്തിൽ പ്രയോഗിക്കാൻ പോണു. കാട്ടാന. എന്റെ സാറേ, ഇത് വെച്ച് നീ ഒരു വാചകം പറഞ്ഞു. വാചകം പറയാനാ. രാത്രി 12 മണി ഞാൻ റോഡിലൂടെ നടന്നു പോകുമ്പോ 3-5 പേരെന്നെ കൊല്ലാൻ വരുന്നു. ഞാൻ എന്നാ കാട്ടാനാ? ഞാൻ നീ ഉദ്ദേശിച്ച പോലെ അല്ല. നീ ഈ പോക്ക് പോയാലും ഒരു 5-6 കൊല്ലവും കൂടി ഇവിടെ ഇരിക്കും. നമ്മൾ ഇത്ര നേരം പഠിച്ചതിൽ നിന്നും വ്യത്യസ്തമായ അടുത്ത ക്ലാസ്സിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. വി ആർ ഗോയിങ് ടു അനദർ സ്ഥലം, അടുത്ത സ്ഥലത്തേക്ക് പോകണേ കേട്ടോ. അപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ജനറൽ കോളേജിലെ ഇത് ജനറൽ നോളജ്. എനിക്കറിയാം, ഞാൻ കുറെ നേരം നിരങ്ങിയിട്ടാണ് ഇങ്ങനെ ആയത്. നിനക്കൊക്കെ ഓർമ്മയുണ്ടാകാൻ വേണ്ടി ഒന്ന് തെറ്റിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ജനറൽ ഇപ്പൊ നീ എന്താ പറഞ്ഞത്? ആ സ്ഥലത്തേക്ക് നമ്മൾ പോകാൻ പോകണം. എടാ എന്നെ പഠിപ്പിക്കണമെന്ന്. എന്താണ് പറഞ്ഞത്? ജനറൽ നോളജ്. അത് നിനക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും പറയിപ്പിക്കണത്. എന്താണത്? ജനറൽ നോളജ്. അതിലേക്ക് മനസ്സിലാകണ്ട ഇപ്പ എന്താണ് ജനറൽ പറഞ്ഞതും എല്ലാം കണക്കാ. എനിക്ക് കൂട്ടായി. ചിരിക്കണ്ട, നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. പ്രസവിക്കുകയും പാലൂട്ടുകയും ചെയ്യുന്ന ഒരു ജന്തുവിന്റെ പേര് പറയാമോ? ഞങ്ങളുടെ മാമി. നിങ്ങളുടെ മാമി എങ്ങനെയാ ജന്തു ആകണത്? പ്രസവിച്ച മാമിയാ. മാമി എന്നാ പാലും കൊടുക്കുന്ന. നിന്നൊക്കെ ആരാടാ പഠിപ്പിക്കണത്? ചിരിക്കണ്ട, നിന്നോട് വേറൊരു ക്വസ്റ്റ്യൻ ആണ്. വിഷ്ണുവിനെ കേട്ടിട്ടുണ്ടോ? വിഷ്ണു 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 തങ്കപ്പന്റെ മോൻ. ആ വിഷ്ണു അല്ല, മഹാവിഷ്ണുവിന്റെ കയ്യിൽ ഒരു ചക്രമുണ്ട്. ശത്രുക്കളെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആയുധമാണ്. മഹാവിഷ്ണുവിന്റെ ഈ കൈ വിരലിൽ കിടന്ന് ഇങ്ങനെ കറങ്ങുന്ന ആ ആയുധത്തിന്റെ പേരെന്താണെന്ന് പറയാമോ? CD പ്ലെയർ. CD ഡിസ്കാ? ശരിക്കത് CD ഡിസ്ക് ആണ്. എന്തെങ്കിലും ആട്ടെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. പ്രസവിക്കുകയും മുട്ടയിടുകയും ചെയ്യുന്ന ഒരു ജീവിയുടെ പേര് പറയൂ. പ്രസവിക്കുകയും മുട്ടയിടുകയും ചെയ്യുന്ന ഒരു ജീവിയുടെ പേര് പറയൂ. പ്രസവിക്കുകയും മുട്ടയിടുകയും ചെയ്യുന്ന ജീവി എലിയമ്മ ടീച്ചറാ. എലിയമ്മ ടീച്ചർ എങ്ങനെയാണ് പ്രസവിക്കുകയും മുട്ടയിടുകയും ചെയ്യുന്നത്? നിന്നൊക്കെ ഏത് മരക്കഴുതിയാടാ പഠിപ്പിക്കണത്? നിന്നെ ഞാൻ കാണാനിരിക്കുകയായിരുന്നു. ലീവ് കൊടുത്ത് നടന്ന് നീ കഥ എഴുതി നടക്കണല്ലേ? നോട്ടെ, എന്താണ് നിന്റെ കഥയെന്നൊന്നും അറിയണമല്ല. 2-3 ദിവസം ഈ ക്ലാസ്സിൽ വന്നിട്ട് എന്നിട്ട് അവൻ കഥ എഴുതി നടക്കണേ. അതേപോലെയുള്ള പിള്ളേർ ഇവിടെ ഇരുന്ന് പഠിക്കണേണ്. എൻ്റെ ഇന്ന് ജ്ഞാനം മേടിച്ചെടുക്കണേണ്. വിവരമില്ലാത്തവൻ. വളരെ ഭീകരമായ ഒരു അന്തരീക്ഷം, ശ്മശാന മുഖത, രക്തം തളം കെട്ടിക്കിടക്കുന്നത് പോലുള്ളൊരു അവസ്ഥ. മന്ദം മന്ദം ഞാൻ നടന്നു നീങ്ങി. ഗേറ്റ് കുറ്റിയിട്ടിരുന്നു, താക്കോലിട്ടിരുന്നില്ല. ഗേറ്റ് ഞാൻ തുറന്നു മെല്ലെ അകത്തേക്ക് നീങ്ങി. പട്ടി ഊളിയിടുന്ന ശബ്ദം, ഭയങ്കരവും ഭയാനകവുമായ നിശബ്ദത. എവിടെയോ അപകടത്തിൻ്റെ സൂചനയുടെ മണം. ഞാൻ സാവധാനം മുറിക്കുള്ളിലേക്ക് നടക്കാൻ ശ്രമിച്ചു. മുടി ഓടാമ്പലിന് കുറ്റിയിട്ടിരിക്കുന്നു. രണ്ടും കൽപ്പിച്ചുകൊണ്ട് ഞാൻ കുറ്റി തുറന്നു. വവ്വാലികൾ അകത്തു നിന്നും പുറത്തേക്ക് ചിറകടിച്ചു പോയി. പട്ടികൾ അപ്പോഴും ഊളിയിടുകയായിരുന്നു. സാവധാനം ഞാൻ നടന്ന് മുന്നോട്ട് നീങ്ങിയപ്പോൾ മാറാമ്പലുകൾ എൻ്റെ ശിരസിൽ ഉടക്കി. അത് ഞാൻ വകഞ്ഞു മാറ്റി. ഞാൻ നോക്കിയപ്പോൾ കണ്ടത്, ഈശ്വരാ, കട്ടിലൊരാൾ മൂടിപ്പൊതച്ച് കിടക്കുന്നു. സകല ശക്തിയും സംഭരിച്ച് സകല ദൈവങ്ങളെയും വിളിച്ച് ഞാൻ ആ കമ്പിളിപ്പുറപ്പ് വലിച്ചു മാറ്റി. എൻ്റെ മകൻ ബാബു 108 ഡിഗ്രി പനി പിടിച്ച് കിടപ്പിലാണ്, അതുകൊണ്ടാണ് അവൻ വരാത്തത് എന്ന് സ്വന്തം അച്ഛൻ.
മലയാളികൾ ശക്തന്മാരാണ്, ബുദ്ധിമാന്മാരാണ്, ഭക്തന്മാരാണ്, വിശ്വാസികളാണ്, പ്രത്യേകിച്ച് ദൈവവിശ്വാസികൾ. ഒരു അപകടം വരുമ്പോഴാണ് നമ്മൾ ദൈവത്തെ ഏറ്റവും കൂടുതൽ വിളിക്കാറുള്ളത്. ഇങ്ങനെ വിശ്വാസമുള്ള മനസ്സുകളിലേക്ക് പലപ്പോഴും അന്ധവിശ്വാസവും കുടിയേറി പാർക്കാറുണ്ട്. ഈ വിശ്വാസവും അന്ധവിശ്വാസവും കൂട്ടിമുട്ടിയപ്പോൾ അവിടെ എന്ത് ജയിച്ചു എന്നുള്ളത് നിങ്ങൾ കാണുക, തീരുമാനിക്കുക. ഒഴിഞ്ഞു പോകാനാ പറഞ്ഞത്. ഒഴിഞ്ഞു പോയാ പറ്റൂ. നീ പോകണം. ഒഴിഞ്ഞു പോകാൻ എന്നാ പോരാ. ഞാൻ നിന്നെ ഒഴിപ്പിക്കൂടി. ഞാൻ നിന്നെക്കാട്ടി വലിയ പ്രേതത്തിന് കളി കെട്ടിയവളാ ഞാൻ. ഒഴിപ്പിച്ചോളാ ഞാൻ. ആട് നിറച്ച് തല കഴിച്ചു വിട്ടവളാ ഞാൻ. എനിക്ക് ഒഴിഞ്ഞു പോകാൻ പറ്റൂ. അതാണ് കിടുകിടാനന്ദമൂർത്തി. ശിഷ്യൻ തണുപ്പത്ത് കിടുകിടാനന്ദമൂർത്തിയും. ശിഷ്യ മൂത്രി മൂർത്തി. എടാ നീ എവിടെ പോയി കിടക്കുമായിരുന്നു ഇത്ര നേരം? ഇവിടെ പൂ പറിക്കണം, ആൾക്കാരെ കയറ്റി വിടണം, സാധനങ്ങൾ മേടിക്കണം, കാശ് മേടിക്കണം. എടാ ഒരു ശിഷ്യനെ നീ ഇവിടെ എപ്പോഴും കാണണ്ടല്ലടാ. നീ എവിടെ പോയി കിടക്കുവാടാ? ഗുരുവേ, ഗുരുവിന് ഒരു ബോധമില്ലേ? ഗുരുവേ, ഗുരുവിനറിയാലേ പ്രേതങ്ങളും ഭൂതങ്ങളുമായിട്ടാണ് നമ്മുടെ സഹവാസം. അതുകൊണ്ട് ഞാൻ വരുന്ന വഴിക്ക് എന്റെ സേഫ്റ്റിക്ക് വേണ്ടി ഒരു അമ്പലത്തിൽ കയറി ഒരു പുഷ്പാഞ്ജലി അങ്ങ് കഴിച്ചു. കൊള്ളാം. അപ്പൊ നിന്റെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നടന്നു. നീ പുഷ്പാഞ്ജലി കഴിച്ചു. എടാ ഗുരുവോ എനിക്ക് വേണ്ടി നീ എന്താടാ കഴിച്ചത്? എന്റെ പൊന്നു ഗുരുവേ, ഗുരുവിന് വേണ്ടി ഞാൻ കഴിച്ചിട്ടുണ്ട്. എനിക്കറിയാം നീ കഴിക്കുമെന്നറിയാം. പക്ഷെ എന്താ നീ കഴിപ്പിച്ചത്? ആ രാഘവന്റെ കടയിൽ കയറി പുട്ടും ദോശയും കഴിച്ചു. 45 രൂപ പറഞ്ഞ കേട്ടോ. ഒഴിഞ്ഞു പോകാനാ പറഞ്ഞത്. ഞാനിപ്പോ വരാം, ഇപ്പൊ വരാം. അതേ നിന്റെ മുഖത്തിന് ഒരു പാട് കാണുന്നേ. അയ്യോ ഗുരുജി, പറയാൻ മറന്നുപോയി. ഞാൻ വരുന്ന വഴിക്ക് ഒരു പൂ മണത്തിന് നാട്ടുകാരെടുത്തിട്ട് തല്ലിയവാ. ദൈവമേ, ഒരു പൂ മണത്തിന് നാട്ടുകാരല്ലയോ? എന്ത് ക്രൂരമായ നാട്ടുകാരെ! എന്റെ ശിക്ഷനെ തൊട്ട ഇവരെയൊക്കെ ഞാൻ ശമിക്കുകയാണ്. ഇവരൊക്കെ ഒരു മിനിറ്റ് നാട്ടുകാരെ, എന്റെ ശിക്ഷനെ കൊല്ലുക ഞാൻ. അവരെന്തിനു ശപിക്കുന്നത്? ശപിക്കണം. ഞാനൊരു പെണ്ണിന്റെ തലമുടി ഇരുന്ന പൂ മണത്തേനാണ് നാട്ടുകാരെടുത്തിട്ട് തല്ലിയത്. ദൈവമേ, നാട്ടുകാരെ ഞാൻ വെറുതെ പറഞ്ഞേ, ഒന്നും ചെയ്യരുത്. ഒഴിഞ്ഞു പോകാനാ പറഞ്ഞത്. ഒഴിയാ പറ്റൂ. ഞാൻ ഇപ്പൊ വരാം. അതേ ഇടാ, എനിക്ക് പുറത്തോട്ടിറങ്ങാൻ ഭയങ്കര പേടി പോലെ. ഭയങ്കര ആൾക്കൂട്ടം പുറത്ത്. അയ്യോ, പുറത്ത് ഭയങ്കര ചെറുപ്പക്കാരുടെ തിക്കും തിരക്കുമല്ലയോ? അല്ല, ഞാൻ ചെയ്ത വല്ല പൂജ വല്ല മുടങ്ങിയിട്ട് വല്ലൊരു വന്നാണോടാ? അയ്യോ, പറയാൻ മറന്നുപോയി. അതെ, എന്റെ കയ്യിൽ നിന്ന് പറ്റിയൊരു കുഞ്ഞ് കയ്യബദ്ധമാ. ഞാനുണ്ടല്ലോ പത്രത്തിലൊരു പരസ്യം കൊടുത്തു, പ്രേതബാധ ഒഴിപ്പിക്കുമെന്ന്. അത് ഞാൻ പറഞ്ഞിട്ടില്ല കൊടുത്തത്. അച്ചടിച്ച് വന്നപ്പോഴേ തെറ്റിപ്പോയി. പ്രേമബാധ ഒഴിപ്പിക്കുമെന്നായി. പിള്ളേരാണ് വന്നിരിക്കുന്നത്. അതിനാ വന്നിരിക്കുന്നത്. ഉള്ള കേരളത്തിലെ മുഴുവൻ കോളേജിലെ പിള്ളേരുണ്ടല്ലോ അവിടെ. നമുക്ക് ഒഴിപ്പിക്കാം. നിനക്കറിയാമല്ലോ എനിക്കൊരു നിലയും വിലയുള്ളതാണ്. പിന്നെ എനിക്കൊരു വലിയൊരു വെയിറ്റ് ഉള്ളവരാണ്. ഇവിടുത്തെ അറിയപ്പെടുന്ന ഒരു ഗുരുവാണ് ഞാൻ. ഗുരു അറിയാവോ? അറിയപ്പെടുന്ന ഗുരുവൊക്കെ ശരി തന്നെ. അങ്ങനെ കാണുന്ന തന്നെ ഇപ്പൊ നാട്ടുകാർക്ക് ഒരു ഗുരുവാണ്. ഇപ്പൊ വരാം. ശിഷ്യ മൂത്രി ശലമൂർത്തി, എടാ വായി നോക്കി നിൽക്കാതെ ആരെങ്കിലും ഉണ്ട് വിളിച്ചോണ്ട് വാടായിക്കോട്ടെ. വിളിക്കാം. നെക്സ്റ്റ് ചെസ് നമ്പർ 301 3001 ഓൺ ദി മന്ത്രവാദപുര. കമാൻ കലവട. ഒഴിഞ്ഞു പോകാനാ പറഞ്ഞത്. താനോടെ പോവാ? അല്ല, ഒഴിഞ്ഞു പോകാൻ പറഞ്ഞു. അയ്യോ, തന്നോടല്ലേ പറഞ്ഞത്. ഇവിടെ വേറെ ഒഴിപ്പിച്ച് നടന്നോണ്ടിരിക്കും, ഒഴിപ്പിക്കൽ നടന്നോണ്ടിരിക്കുകയാണ്. അല്ല, വന്നതിന് ഉദ്ദേശം മനസ്സിലായില്ല. എന്താണ് കാര്യം? സ്വാമി അപകടാനന്ദമൂർത്തി. അയ്യോ, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ സ്വാമിയാണ് ആ സ്വാമി. ആ സ്വാമിയോ? അല്ല, സ്വാമിയാണ് ആ സ്വാമി എന്ന് പറയുന്നുണ്ടോ? അതല്ല പറഞ്ഞത്. സ്വാമിയല്ലേ ഈ സ്വാമി? അതെ, ആ സ്വാമിയാണ്. വന്നതിന് ഉദ്ദേശം മനസ്സിലായില്ല, പറയൂ. ഒന്നുമല്ല സ്വാമി, എന്റെ ഭാര്യനെ അങ്ങ് ഏറ്റെടുക്കണം. 25 വർഷമായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്ന എനിക്കറിയാം. നിന്റെ ഭാര്യ ഞാൻ ഏറ്റെടുത്തത്. അയ്യോ, അങ്ങനെയല്ല പറഞ്ഞത്. എന്റെ ഭാര്യ ഒരു കുഴിയിൽ വീണെന്ന് കരക്കി കയറ്റണം എന്ന് പറഞ്ഞത്. അതിനൊരു കാര്യം ചെയ്യും. JCBയോ അല്ലെങ്കിൽ പൊക്കി എടുത്ത് പൊക്കി അങ്ങോട്ട് മാറ്റി വെക്കുക. മനസ്സിലാക്കുക, ഇതൊന്നും അല്ല പ്രശ്നം. സുശീല 15 വർഷമായിട്ട് സിനിമയിലും സീരിയലിലൊക്കെ അഭിനയിച്ചോണ്ടിരിക്കുക. അപ്പൊ നടിയാണ് വിഷയം. നടിയല്ല വിഷയം. അവളിപ്പോ പുരാണ സീരിയലിലാണ് അഭിനയിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഈ ഇടയായിട്ട് നമ്മുടെ ചാനലുകാർ മൊത്തം റിയാലിറ്റി ഷോയിലേക്ക് മാറി. അതോടുകൂടി പുരാണ സീരിയൽ എല്ലാം കട്ടയും പടവും മടക്കി. അപ്പൊ അവളിപ്പോ പിച്ചും പേയും പറഞ്ഞോണ്ടിരിക്കുക. ഞാൻ ഒഴിഞ്ഞു പോയില്ല. ഞാനിപ്പോ വരാം അവിടെ നിന്ന്. അതല്ല സ്വാമി പ്രശ്നം. അവള് പുരാണ സീരിയലിലാണല്ലോ അഭിനയിച്ചോണ്ടിരുന്നത്. അതുകൊണ്ട് ഓരോ ദിവസം അവൾ ഓരോ പുരാണ കഥാപാത്രങ്ങളാകും. ഒരു ദിവസം ഉർവശിയാകും, ഒരു ദിവസം രംഭയാകും, തിലോത്തമയാകും, മേനകയാകും, ഒരു ദിവസം ശകുന്തളയാകും. ഒരു കാര്യം ചെയ്യും, താമസിയാതെ രേഷ്മിയോ ഷക്കീലോ മറിയായി മാറും. താരൊരു മേശ ഇട്ടിട്ട് ഇഷ്ടം പോലെ കാശുണ്ടാക്കിക്കൊണ്ടിരിക്കാം. പൊന്നു സ്വാമി, അതായിരുന്നു ഈ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോ അങ്ങനെയല്ല. ഒരു ദിവസം എന്നെ കാട്ടിലേക്ക് വിളിച്ചോണ്ട് പോയിട്ട് എന്നോട് പറയുക സീതയാണെന്ന്.
ആ അതുപോലെ തന്നെ കണ്ണും കെട്ടി നടു റോട്ടിക്കൂടെ നടന്നിട്ട് ഇവള് പറയുവാ ഗാന്ധാരിയാണെന്ന്. ഇതൊക്കെ ക്ഷമിക്കാം. ഒരു ദിവസം വീട്ടിൽ വിരുന്നുകാർ വന്നിരിക്കുമ്പോ ഇവൾ ഉണ്ടായിരുന്ന സാരിയും തുണിയെല്ലാം അഴിച്ചു മാറ്റിട്ട് ഇവള് പറയുവാ പാഞ്ചാലിയാണ് വസ്ത്രാക്ഷേപം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നാണം കെട്ട് പോയി. ആ അപ്പൊ അതാ പറയുന്നത് എത്രയും പെട്ടെന്ന് ഈ ബാധ ഒന്ന് ഒഴിപ്പിച്ചു തരണം. അതെ എനിക്കിപ്പോ തോന്നുന്നത് എന്താന്ന് വെച്ചാല് ഈ കൂടിയിരിക്കുന്ന ബാധ ചെറിയ ബാധയല്ലത്. ഇത് ചാനൽ ബാധിക്കുന്ന വലിയൊരു ഘടകണ്ഡാരം ബാധയാണ്. ഒഴിപ്പിക്കണം. പൂജാക്രിയകളോ വേണം. ശിഷ്യ ഞാൻ ഒരു കാര്യം പറഞ്ഞു. ഈ ബാധ കയറുന്നവരിൽ 100-ൽ ഒരാൾ മാത്രമല്ലേ രക്ഷപ്പെടുകയുള്ളൂ. അത്രേ ഉള്ളൂ. ചാനൽ ബാധ. ബാക്കിയുള്ളവരൊക്കെ തട്ടിപ്പോവും. പൂജാവിധികളെല്ലാം പറഞ്ഞു കൊടുക്കും. അതെ പൂജയൊക്കെ നടത്തും ആശാൻ. പക്ഷെ കാശ് സ്വപ്പം കൂടുതലാവും. കാശ് എത്ര കൂടിയാലും കുഴപ്പമില്ല. കടം പറയാൻ തയ്യാറാ. ശരി ശരി ശരി. അപ്പൊ പിന്നെ തുടങ്ങാതെ അപ്പനെ ബന്ധിപ്പൂ സ്വർഗരാജ വെള്ളപ്പം ലിസ്റ്റ് പറയാം. ഈ സാധനങ്ങൾ മൊത്തം വാങ്ങിക്കൊണ്ടുവരാം. അത്തിചെത്തി ചെറിക്ക ചെമ്പഴിക്ക ജാതി മതം ചൊറിയണം പിച്ചണം മാന്ത്രം അയമോദകം സാധാ മോദകം ആവണക്ക് ഈവണക്ക് നാട്ടിൽ എല്ലാം ഉണ്ടാവും. അല്ലിപ്പൂ മല്ലിപ്പൂ മുല്ലപ്പൂ പിച്ചിപ്പൂ പച്ചപ്പൂ പാലപ്പൂ കൂടെ ഒരു ചെമ്പരത്തി. എന്തിനാണോ ചെമ്പരത്തിപ്പൂ? അതെ ഈ പൂജ കഴിയുമ്പോഴേ എനിക്ക് വെച്ചു നടക്കാൻ മല്ലിയില പുതിനയില കറിവേപ്പില തുളസിയില തുളസിയുടെ അയൽപക്കത്തെ സർവ്വ ഇലയും വേണ്ടി വരും. അയ്യോ ഈ ഇലയൊക്കെ എന്തിനാണ് പൂജക്കാണോ? ഈ പൂജ പച്ചക്കൃഷി കൃഷി ചെയ്യുന്നത് അതിന് വേണ്ടിട്ടാ പറഞ്ഞത്. തീർന്നില്ല. സിഗരറ്റ് ബീഡി 2 ബണ്ടൽ വീതം വേണ്ടി. ഇതൊക്കെ പൂജക്കാണോ? പൂജക്കല്ല പുകയ്ക്കാൻ. ആ പൂജയ്ക്ക് പുകയ്ക്കാൻ. ഞങ്ങൾക്ക് പുകയ്ക്കാൻ. പറഞ്ഞുതരാം. കറുത്ത കരിങ്കോഴിയുടെ തൊലി പൊളിച്ച് തോലിച്ച് മസാല സബറട്ട് ചിക്കൻ ചില്ലി ചിക്കൻ കുറുമ ചിക്കൻ സുർമ ചിക്കൻ 65 ചിക്കൻ ഒലത്തി ചിക്കൻ ഗുവാഹത്തി ചിക്കൻ ഗുജറാത്തി ചിക്കൻ. ഇതെല്ലാം പൂജക്കാണോ? പൂജക്കാണോ ഇതൊക്കെ? ചിക്കനൊക്കെ തിന്നാനല്ലോ. അത് ശരി. ആരോഗ്യം വെച്ചിട്ട് വേണ്ട ഞങ്ങൾക്ക് 2 കൂടെ പൂജ തുടങ്ങാം. അതെ അതെ. തീർന്നില്ല. ഒരു ഗ്ലാസ് ചെറുതേനാ പൂജക്കാ? ഇത് പൂജക്കല്ല. പിന്നെ ഈ മന്ത്രങ്ങളൊക്കെ ജപിച്ചിട്ട് ഞങ്ങൾക്ക് വാങ്ങുവാനാ. പിന്നെ തീർന്നില്ല. പിന്നെ ഉണ്ടല്ലോ അവസാനമായി 2 കസവിന്റെ കോടിമുണ്ട് വേണം. കസവിന്റെ കോടിമുണ്ട് അതും പൂജക്കാണോ? പൂജക്കാ. എടാ ഇത് ആശാന്റെ അളിയന്റെ കല്യാണത്തിന് ഞങ്ങൾ കൊടുത്തോണ്ട് പോവാനാ. അപ്പൊ നിങ്ങൾ എന്നെ കുളിപ്പിച്ച് കടത്തും. കുളിപ്പിക്കാനോ? എന്റെ പൊന്നു സ്വാമി ഇതൊന്നും വേണ്ട. വളരെ സിമ്പിൾ ആയിട്ട് വല്ല ചരടോ ഏലസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജപിച്ച് ഞാൻ അവളുടെ കഴുത്തെ കെട്ടിക്കോളാം. ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ എന്റെ ഇപ്പൊ ഞങ്ങൾ മന്ത്രങ്ങൾ ചൊല്ലാൻ കാരണം തൊണ്ടയടപ്പായുണ്ട്. മന്ത്രമൊക്കെ ചൊല്ലി നിർത്തി. അത് ശരി. ഇപ്പൊ ഞങ്ങൾ CD-യിലാക്കിയിരിക്കുക. CD-യിൽ കാര്യങ്ങളൊക്കെ CD-യിലാണ്. ഓഹോ. എല്ലാ മന്ത്രങ്ങളും അതായത് റിയാലിറ്റി ഷോ വരുന്ന എല്ലാ ജഡ്ജിമാരില്ലേ ടെമ്പോ പോരാ സാധനം പോരാ സംഭവമില്ല അതെവിടെ എന്താ കൂട്ടായത് നിനക്കൊന്നുമില്ലേ ഉള്ളിലുണ്ടല്ലോ പുറത്തില്ലല്ലോ എന്നുള്ള മന്ത്രങ്ങൾ വെച്ചിരിക്കുകയാണ്. അത് വിട്ടു തരാം. ഭാര്യ 100 വിട്ടോളൂ. 100 ഒഴിഞ്ഞു പോകാൻ. ഓക്കെ. അപ്പൊ ആ CD തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് അവളുടെ ഇട്ട് കേൾപ്പിച്ച് ഞാൻ അവളുടെ ബാധ എങ്ങനെയും ഒഴിപ്പിച്ചോളാം. ശിക്ഷ CD എടുത്തു കൊടുക്കൂ. ഒഴിഞ്ഞു പോകാനാ പറഞ്ഞത്. പോകാൻ ഇല്ല ഞാൻ പോയില്ല. അപ്പൊ ഇതാണ് CD. ഇതാണ് CD. ഇതിലുള്ള മന്ത്രങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. കേൾക്കാം. ഭാര്യ സുഖമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കാം. ഓക്കെ. സംഗതി പോരാ സംഭവമില്ല ടെമ്പോ ഇല്ല ജീപ്പില്ല കാറില്ല ഓട്ടോറിക്ഷ ഇല്ല മന്ത്രങ്ങളാണല്ലേ? അപ്പൊ വളരെ ഉപകാരം. അല്ല മന്ത്രവാദി ഞാൻ വന്നപ്പോൾ ശ്രദ്ധിക്കാണ്. മന്ത്രവാദി അകത്തേക്ക് നോക്കിട്ട് ഒഴിഞ്ഞു പോന്ന് പറയുന്നുണ്ട്. ഇതുവരെ ബാധ ഒഴിഞ്ഞു പോയില്ലേ? 25 വർഷമായി. ഇത്ര നാളായിട്ട് ഒഴിഞ്ഞു പോയിട്ടില്ല. അത്രയ്ക്ക് ഭീകരമാണ് ഈ ബാധ. അത്രയ്ക്ക് ഭീകരമാണ് ഈ ബാധ. അതേത് ബാധ? എന്റെ ഭാര്യ അവള് വലിയ ഒഴിയാബാധയാണ്. ഒഴിഞ്ഞു പോകാൻ. ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരുമില്ലേ? കേശവോ എന്തോ കുറച്ച് നാളായല്ലോടോ വായനക്കാണെന്നും പറഞ്ഞിറങ്ങിയിട്ട് വീടും കുടിയൊന്നും വേണ്ടോടോ കേശവോ കേശവോ പത്മനാഭോ എന്തോ
എന്റെ നാട്ടിലും വീട്ടിലുമൊക്കെ സുഖം തന്നെയാണോടോ എന്റെ പത്മനാഭോ പത്മനാഭ. നിന്റെ നാട്ടിലെ വിശേഷങ്ങൾ പറയാനാണ് യുദ്ധം ഞാൻ ഇങ്ങോട്ട് വന്നതൻ കേശവോ. യുദ്ധം ഉരജയന്റെ പത്മനാഭോ. വളർത്തിയിരുന്ന നിന്റെ ഒരു നന്ദിനി പശു ഉണ്ടല്ലോ, നിന്റെ നന്ദിനി പശു മരിച്ചുപോയ വിവരം പറയാനാണ് യുദ്ധം ഞാൻ ഇങ്ങോട്ട് വന്നത് കേശവോ. എന്റെ നന്ദിനി പശു മരിച്ചെന്നോ? എന്തുകൊണ്ട് ഈ വിവരം നീ നേരത്തെ എന്നോട് പറഞ്ഞില്ല എന്റെ പത്മനാഭോ? കേശവോ, അത് നിന്റെ വായനയ്ക്ക് വിഘ്നം വരുത്തണ്ടെന്ന് കരുതിയാണ് കേശവോ. എന്റെ നന്ദിനി പശു എങ്ങനെയാ മരിച്ചതെന്ന്, എന്റെ നന്ദിനി പശു എങ്ങനെയാ മരിച്ചതെന്ന് യുദ്ധം എന്നോട് എന്റെ പത്മനാഭോ. ഞാൻ പറയാം, നിന്റെ വീടിനടുത്തൊരു എരുത്തിലുണ്ടല്ലോ ഈ പശു വാഴുന്ന എരുത്തിലിന് തീ പിടിച്ചാണ് നിന്റെ നന്ദിനി പശു മരിച്ചത് കേശവോ. എന്റെ പശുത്തൊഴുത്തിന് തീ പിടിച്ചെന്നോ? എന്റെ പശുത്തൊഴുത്തിന് തീ പിടിച്ചെന്നോ? എന്തുകൊണ്ട് ഈ വിവരം നീ നേരത്തെ എന്നോട് പറഞ്ഞില്ല എന്റെ അത് നിന്റെ വായനയ്ക്ക് വിഘ്നം വരുത്തണ്ടെന്ന് കരുതിയാണ് കേശവോ. എന്റെ പശുത്തൊഴുത്തിന് തീ പിടിച്ചെന്നോ? എങ്ങനെയാ എന്റെ പശുത്തൊഴുത്തിന് തീ പിടിച്ചതെന്ന് യുദ്ധം എന്നോട് ചെയ്യേണ്ട പത്മനാഭോ. ഞാൻ പറയാം, നിന്റെ വീടുണ്ടല്ലോ, നിന്റെ വീടിന് തീ പിടിച്ചപ്പോൾ ആ തീ പടർന്നാണ് നിന്റെ പശുത്തൊഴുത്തിന് തീ പിടിച്ചത് കേശവോ. എന്റെ വീടിന് തീ പിടിച്ചെന്നോ? എന്റെ വീടിന് തീ പിടിച്ചെന്നോ? എന്തുകൊണ്ട് ഈ വിവരം നീ നേരത്തെ എന്നോട് പറഞ്ഞില്ല എന്റെ പത്മനാഭോ. അത് നിന്റെ വായനയ്ക്ക് വിഘ്നം വരുത്തണ്ടെന്ന് കരുതിയാണ് കേശവോ. എന്റെ വീടിന് എങ്ങനെയാ തീ പിടിച്ചതെന്ന് യുദ്ധം എന്നോട് രചിന്റെ വീടിന് എങ്ങനെയാ തീ പിടിച്ചെന്ന്? നിന്റെ വീടിന് എങ്ങനെയാണ് തീ പിടിച്ചതെന്ന്? നിന്റെ അച്ഛൻ മരിച്ചില്ലേ? ആ മരിച്ച പട്ടടയിൽ നിന്ന് തീ പിടിച്ചാണ് നിന്റെ വീടിന് തീ പിടിച്ചത് കേശവോ. എന്റെ അച്ഛൻ മരിച്ചെന്നോ? എന്റെ അച്ഛൻ മരിച്ചെന്നോ? എന്തുകൊണ്ട് ഈ വിവരം നീ നേരത്തെ എന്നോട് പറഞ്ഞില്ല എന്റെ പത്മനാഭോ. അത് നിന്റെ വായനയ്ക്ക് വിഘ്നം വരുത്തേണ്ടെന്ന് കരുതിയാണ് കേശവോ. എന്റെ അച്ഛൻ മരിച്ചത് എങ്ങനെയാണെന്ന് യുദ്ധം എന്നോട് എന്റെ പത്മനാഭോ. അത് ഞാൻ പറഞ്ഞു തരാം. നിന്റെ അമ്മ മരിച്ച വിഷമം കാരണം അറ്റാക്ക് വന്നതാണ് നിന്റെ അച്ഛൻ മരിച്ചത് കേശവോ. എന്റെ അമ്മ മരിച്ചെന്നോ? എന്റെ അമ്മ മരിച്ചെന്നോ? അത് പോട്ടെ, അത് പോട്ടെ, അതിരിക്കട്ടെ, അതിരിക്കട്ടെ. അല്ലടാ അതിരിക്കട്ടെ എന്ന് നാലാളറിയേ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് മിന്നു കെട്ടിക്കൊണ്ടുവന്ന് എന്റെ സുന്ദരിയും സുശീലയും സുമുഖിയും സൗന്ദര്യധാമവുമായ എന്റെ ഭാര്യ ഇപ്പോൾ എന്തെടുക്കുന്നടോ? നീ മിന്നു കെട്ടിക്കൊണ്ടുവന്ന നിന്റെ ഭാര്യ, നിന്റെ സഹധർമ്മണി, നിന്റെ ദാശായണി അവളിപ്പോൾ ആഹ്ലാദത്തോടു കൂടി ആമോദത്തോടു കൂടി എന്നോടൊപ്പം കഴിയുന്നെന്റെ കേശവോ. ആരാണ് ഞാൻ? അല്ല ആരാണ് നീ? ഞാൻ പഞ്ചമി. പച്ചമീനോ?
പഞ്ചമി കാട്ടുമൂപ്പന്റെ മകളാ. എന്ത് കാട്ടുമാക്കാന്റെ മകളോ? കാട്ടുമൂപ്പൻ ഈ കാട് ഭരിക്കുന്നതേ എന്റെ അപ്പനാ. ആട്ടെ ആട്ടയല്ല റവ. അങ്ങാരാണ്? അങ്ങാരാണെന്നറിയില്ല. ഇവിടെ ഞാനാ. അവിടത്തോട്? അവിടെ തോടില്ല, ഏതെങ്കിലും പൈപ്പ് ലൈൻ പൊട്ടി ഒഴുകുന്നതായിരിക്കും. നീ ഏതാടാ മരപ്പട്ടി? അങ്ങനെ മര്യാദക്ക് ചോദിക്ക്. ഞാൻ ഉഗ്രൻ. താൻ മാത്രം ഉഗ്രൻ, ബാക്കിയുള്ളവരെന്താടാ മോശക്കാരാണോടാ? നിങ്ങളുടെ ആമാശയം എനിക്ക് മനസ്സിലായി. അല്ല, ആശയം എനിക്ക് മനസ്സിലായി. ഞാൻ ഉഗ്രസേന മഹാരാജാവ്. പശു ബഹളി പിടിച്ച്. എന്ത്? പശുവിനെ കിളി പിടിക്കുന്നു? പശു ബഹളി പിടിച്ചോടി അതിനെ പിടിക്കാൻ വന്നതാണ്. അല്ല, അതാരാണ്? അതെന്റെ തോഴി പ്രിയംവദയാണ്. തോഴിയോ? എങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളെ വിളിക്കും. തനിക്കെന്താ വിളിച്ചാ? തന്റെ വായി കുരുവാണ്. രാജകൽപ്പനയാണ്, മിണ്ടരുതെന്നാ പറഞ്ഞത്. മിണ്ടിയാൽ ആദ്യം മിണ്ടുന്നയാൾ ഡോങ്കി. വല്ലാത്ത ദാഹം, കുടിക്കാൻ എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ. MSPയും BCയും ഉണ്ട്, എടുക്കട്ടെ? എന്തോ MSPയും BCയുമോ? എന്താണത്? അയ്യോ അറിയില്ലേ, മോർച്ചറിയിലെ സ്പിരിറ്റും വാറ്റിക്കാരായോ. എനിക്ക് തന്നെ ഇഷ്ടമായി. നിന്നെ നാം എന്ത് വിളിക്കണം? എന്നെ മാഡമെന്ന് വിളിച്ചാ മതി. ഓഹോ, അപ്പോൾ ഇടവും കർക്കിടവും ഒക്കെ നിന്റെ അനുജത്തി വരായിരിക്കുമല്ലേ? ആട്ടെ, ഈ കുമാരൻ റം അടിക്കുമോ? പിന്നെ ഓണത്തിന് കൊട്ടാരത്തിന് കരോളം ഇറങ്ങുമ്പോൾ ഞാനല്ലേ സൈഡ് ഡ്രം അടിക്കുന്നത്. അയ്യോ, നല്ല മൂത്രമുണ്ട്, എടുക്കട്ടെ? മൂത്രമോ? മൂത്ര റമ്മുണ്ട്, എടുക്കട്ടെ എന്ന്. ആട്ടെ, ഏതാണ് അങ്ങയുടെ ബ്രാൻഡ്? ഓ, അങ്ങനെ പ്രത്യേകിച്ച് പാൻറ്റൊന്നും ഇല്ല കുട്ടി. കിട്ടുന്ന പാൻറ് എടുത്തിടും. പാൻറ് അല്ല, ബ്രാൻഡ് ഏതാണെന്ന്. ഓ, ബ്രാഞ്ച് മൂവാറ്റുപുഴ, ഹെഡ് ഓഫീസ് കോതമംഗലം. ഏതായാലും വാറ്റ് ചാരായം തന്നാ മതി. ഹലോ, ഉഗ്രനല്ലേ? അതെ. റിലയൻസിന്റെ ബിൽ തുക 2000 രൂപ അടച്ചോ? ഇല്ല. എപ്പോ അടയ്ക്കാൻ പറ്റും? ഇപ്പം പറ്റത്തില്ല. 1000? ഇല്ല. 500? ഇല്ല. 100? ഇല്ല. ഇല്ല. ഒരു 10 രൂപയെങ്കിലും അടയ്ക്കടാ വൃത്തികെട്ടവന്. ഒരുത്തനും ബില്ല് അടയ്ക്കാത്ത കാരണം കുത്തുവാള എടുത്തിരിക്കുവാടാ. നിർത്തല്ലേ, നമുക്ക് സംസാരിച്ചിരിക്കാം. എന്തിനാ? വെറുതെ ബില്ല് കൂട്ടാൻ. അയ്യോ വേണ്ട. ഇന്ന വേഗം കുടിച്ചു. ഓ, തൊണ്ടകത്ത് പോയി. തൊണ്ടോ? തൊണ്ടല്ല കുട്ടി, തൊണ്ട കത്തിപ്പോയെന്ന്. മൂപ്പനോ? എവിടെ? മൂപ്പനല്ല കുട്ടി, കഴിച്ച സാധനം മൂപ്പാണെന്ന്. ആട്ടെ, മൂപ്പൻ ഇവിടെ ഇല്ലേ? അച്ഛൻ സത്യമംഗലത്തിന് പോയിരിക്കുക, വരാൻ ഇരുട്ടിയേക്കും. ഓഹോ, എങ്കിൽ നമുക്ക് ഇന്ന് ഇവിടെ തന്നെ അന്തി ഉറങ്ങാം. അനാവശ്യം പറയരുത്. ഇവിടെ കിടന്നാ മഞ്ഞ് കൊള്ളില്ലേ? വാ, നമുക്ക് അകത്ത് പോയി കിടക്കാം. പഞ്ചമി, എന്താണ് നിന്റെ വസ്ത്രങ്ങളൊക്കെ കീറിയിരിക്കുന്നത്? ഓ, അത് എലി കരണ്ടിയതാ. റിയലി? അല്ല, തൊരപ്പനെലി. പഞ്ചമി, ഇത് കറുത്തവാണല്ലേ? അതെന്താ? നല്ല നിലാവ്, മനസ്സിന് വല്ലാത്ത വിരിമുറുക്കം. പഞ്ചമി, എനിക്കൊരു ഉമ്മ തരുമോ? നാണമില്ല. ആട്ടെ, ഉമ്മ തന്നാൽ പകരം എനിക്ക് എന്ത് തരും? ഉമ്മ തന്നാൽ പകരം നിനക്ക് ഞാനൊരു മാപ്പ തരും. ഭയങ്കര തമാശക്കാരനാണല്ലേ? അങ്ങനെയൊന്നുമില്ല. ദിവസം 6 എണ്ണം, അതിൽ കൂടുതൽ ഞാൻ പറയില്ല. ഉഗ്രേട്ട, ഞങ്ങളുടെ ആശ്രമം എന്ത് ഭംഗിയാണെന്നും ആശ്രമത്തിന്റെ പുറകിൽ കൂടിയാണ് സിന്ധു, ഗംഗ, യമുന നദികൾ ഒഴുകുന്നത്. അത്രയല്ലേ ഉള്ളൂ. എന്റെ കൊട്ടാരത്തിന്റെ അകത്തു കൂടിയല്ലേ സിന്ധു, ഗംഗ, യമുന, സജിനി, രേഷ്മ, മറിയ ഇവരൊക്കെ കിടന്ന് ഒഴിയുന്നത്. ഉഗ്രേട്ട, ദേ അച്ഛൻ ഇന്നലെ എനിക്ക് 10 ആനയും 10 കുതിരയും വാങ്ങിത്തന്നു. ഓ, അതൊക്കെ നടക്കുമോ? നടക്കും, പക്ഷേ ഈ കൊടുക്കണം. ഓ, എന്തോ ഒരഴക്ക്. അല്ല, എന്തോ ഒരഴക്. പഞ്ചമി, ഞാൻ വിളിച്ചാൽ നീ കൊട്ടാരത്തിലേക്ക് വരുമോ? വന്നാൽ പാട്ടിനി കടന്ന് മരിക്കാം. അറിയാമോ, ഞാനിപ്പോൾ കടപ്പുറത്താ ജീവിക്കുന്നത്. കടപ്പുറത്തോ? അപ്പോൾ കടലിന്റെ ഭംഗി എപ്പോഴും ആസ്വദിക്കാമല്ലോ. കടത്തിന്റെ പുറത്താണെന്ന്. പഞ്ചമി, നിന്റെ മിഴിമുന കൊണ്ടെന്റെ നെഞ്ചിലൊരു ബല്ലേ ബല്ലേ, നിന്റെ ചിരിമഴ നനഞ്ഞപ്പോൾ അടിമുടി ബല്ലേ ബല്ലേ, കവിൾ ചെമ്പക മലരിന്റെ മണം കൊണ്ട് ബല്ലേ ബല്ലേ, കതിർമുടിയിലെ കുടമുള്ള പൂവിനു ബല്ലേ ബല്ലേ, നിന്റെ മൊഴിയിൽ കുറുമ്പ്, നിന്റെ കനവിൽ കരിമ്പ്, ആ കുറുമ്പിന്റെ കരിമ്പൊന്ന് കടിച്ചോട്ടെ, എന്റെ മനസ്സിന് മധുരത്തിൽ തുടിച്ചോട്ടെ. ഓ, സംസാരിച്ചെന്ന് സമയം പോയതറിഞ്ഞില്ല.
പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ മറക്കുമോ? എന്റെ കൊക്കിന് ജീവനുള്ള കാലം വരെ നിന്നെ ഞാൻ മറക്കില്ല പഞ്ചമി. ആ കൊക്ക് ചത്തുപോയാലോ? അതിനെ ഞാൻ എടുത്ത് ചിക്കൻ ഫ്രൈ ആക്കും. അപ്പോൾ ഞാൻ പോയിട്ട് വരട്ടെ. അങ്ങനെ ഉപേക്ഷിച്ച് പോയാൽ പിന്നെ ഞാൻ ജീപ്പിലിരിക്കില്ല. ജീപ്പിലിരിക്കില്ലെന്നോ? ജീവിച്ചിരിക്കില്ലെന്ന്. ഇതാ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഉഗ്രേട്ടൻ എന്നെ ഉപേക്ഷിച്ച് പോയാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. ഇത് സത്യം സത്യം സത്യം. ഓഹോ, എങ്കിലിതാ ഞാനും പ്രതിജ്ഞ ചെയ്യുന്നു. എന്താണത്? ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. പഞ്ചമി, ഞാൻ പോകുന്നു. ടാറ്റ. പഞ്ചമി, നിന്റെ പിരിയുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. എങ്കിലും എന്റെ ഓർമ്മയ്ക്കായി നിനക്ക് ഞാനിതാ ഒരു സമ്മാനം തരുന്നു. എന്താണ് ഉഗ്രേട്ടാ? 10 മാസം കഴിയുമ്പോൾ നിനക്കൊരാൺകുഞ്ഞു ജനിക്കും. ആ കുട്ടിക്ക് എന്റെ ഓർമ്മയ്ക്കായി നീ ഉഗ്രപുത്രൻ എന്ന് പേരിടണം. ഞാൻ പോകുന്നു പഞ്ചമി. ടാറ്റ. അങ്ങനെ ഉപേക്ഷിച്ചു പോയാൽ എനിക്കുണ്ടാകുന്ന കുഞ്ഞ് അച്ഛനാരാണെന്ന് ചോദിച്ചാൽ ഞാൻ ആരും ചൂണ്ടിക്കാണിക്കും. അതുകൊണ്ട് പേരിനെങ്കിലും എനിക്കൊരു ഭർത്താവിനെ തരൂ. ഗുഡ് ഐഡിയ. നാം സമ്മതിച്ചിരിക്കുന്നു. നിനക്ക് പേരിന് ഒരാളെ മാത്രമല്ല, നിനക്ക് 2 ഭർത്താക്കന്മാരെ ഞാൻ തരും. ആയിരിക്കുന്നവരെ നീ കണ്ടോ? ഗടി വേണ്ടേ? തൽക്കാലം നീ അവരെ ഭർത്താക്കന്മാരായി സ്വീകരിച്ചോളൂ. അവരെയോ? ഉള്ളത് കൊണ്ട് ഓണം പോലെ.